നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. തുല്യനീതി എന്ന ലക്ഷ്യം മുൻനിർത്തി വഖഫ് ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഇല്ലാതാക്കലാണ് ലക്ഷ്യം. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തലാണ് ബില്ലിന്റെ ലക്ഷ്യം. വഖഫ് അധിനിവേശത്തിന്റെ മകുടോദാഹരണമാണ് മുനമ്പം. ഈ നിസ്സഹായരെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ എംപിമാർ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം KCBCയും CBCയെയും മുന്നോട്ട് വയ്ക്കുന്നത്. ബിൽ പാസാക്കിയെടുക്കാനുള്ള അംഗബലം ഇരുസഭകളിലും NDAയ്ക്കുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. കേരളത്തിലെ എംപിമാർ ഏത് വിഭാഗത്തിനൊപ്പം നിലകൊള്ളും എന്ന പരിശോധന കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത പാത പുനർനിർവചിക്കുന്ന മതേതര പരീക്ഷയ്ക്ക് കൂടി പാർലമെന്റ് നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ജന ഡിബേറ്റ് വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി എത്തുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ, കാസ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ എന്നിവരാണ്. ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. ശ്രീ PM നിയാസ്, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നാളെ പാർലമെന്റിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചന നടക്കുകയാണ്. പക്ഷേ തീരുമാനമൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ബില്ലിൻ്റെ കാര്യം പറയുമ്പോൾ തുടക്കം മുതൽ ഇതുവരെ ഈ ബില്ലിനെ കടന്നാക്രമിക്കുകയും ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന നിലപാട് അടിക്കടി ആവർത്തിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷം. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഈ ബില്ലിനെ മുൻനിർത്തി നിങ്ങൾക്ക് വിയോജിപ്പുള്ളത്? നോക്കൂ, ഇത് വഖഫ് നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള തുല്യനീതിയും അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഭരണഘടനയിൽ അന്ന് തുടക്കം മുതൽ തന്നെ എഴുതി ചേർക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷ കാഴ്ചപ്പാട് എന്ന് പറയുന്നതും മതേതര കാഴ്ചപ്പാട് എന്ന് പറയുന്നതും രണ്ടും വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അപ്രകാരം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളും അവരുടെ വിശ്വാസപരമായി അതിൽ എന്തെല്ലാമാണോ പറഞ്ഞിട്ടുള്ളത് അവയൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യമാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്രകാരമാണ് ഇന്ത്യയിലെ മുസ്ലിം മതവിശ്വാസികൾക്ക് അവിടെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾ വഖഫ്, അതായത് മതാചാരപ്രകാരം ആവശ്യമായ സ്വത്തുക്കൾക്ക് വഖഫ് ബോർഡുകളും വഖഫ് ട്രിബ്യൂണലുകളുമൊക്കെ നിയമിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ വഖഫ് ട്രിബ്യൂണലുകളുമൊക്കെ ഇന്ന് മുനമ്പം പോലെയുള്ള ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂ വെച്ച് അത് മുതലെടുത്ത് രാജ്യത്ത് BJP കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയും അത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ട് എന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും RSSൻ്റെ നേതൃത്വവും ഒക്കെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നും അവരെ അകറ്റി നിർത്തുവാനുള്ള അല്ലെങ്കിൽ ഭരണഘടനയിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നും അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ അതിൻ്റെ ഭാഗമായാണ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. ഞങ്ങൾക്ക് ഒരു വിശ്വാസമുള്ളത് ഇന്ത്യയിലെ എല്ലാ മതങ്ങളും, ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അതുപോലെ ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എങ്ങനെയെല്ലാമോ നൽകിയിട്ടുണ്ട്. അത് തുടർന്നു തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. ഇവിടെ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം മുനമ്പവും ഇതും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. മുനമ്പത്തെക്കുറിച്ച് കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായി മുനമ്പത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അവിടെ മുനമ്പവും വഖഫ് നിയമവുമായി കൂട്ടിക്കഴക്കേണ്ട കാര്യമില്ല എന്നും അത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാടുമാണ് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും ഒക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മുനമ്പത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം വെച്ച് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ പൂർണ്ണമായും വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു അവകാശം തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ദേവസ്വം ബോർഡിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഹൈന്ദവ വിശ്വാസികളാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് വഖഫ് നിയമങ്ങൾ അറിയുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ ചെയ്യണമെന്നാണ് കാലങ്ങളായി
നമ്മൾ അലിഖിതമായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. അവയ്ക്കൊക്കെ അത് കലക്ടർക്ക് അധികാരം കൊടുത്തുകൊണ്ടും അതുപോലെ മറ്റ് മതസ്ഥരമായ ആളുകളെയൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഇത് വളരെ കോംപ്ലിക്കേറ്റഡായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ നമ്മുടെ പ്രതിപക്ഷത്തെ തമ്മിലടിപ്പിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല വടിയായി അവരിത് കാണുകയാണ്. അവർക്ക് ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ രാജ്യമായി അല്ലെങ്കിൽ മതേതര രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അത് തമ്മിലടിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയത അത് ഫാസിസ്റ്റ് ഭൂരിപക്ഷ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടിലേക്ക് പറ്റിയ ഏറ്റവും വലിയ ആയുധമായി ഇത് കാണുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഇന്ത്യ മുന്നണി തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യ മുന്നണി കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തീരുമാനം നാളെ 8 മണിക്ക് ഈ മുഴുവൻ MP-മാരോടും അവരുടെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി നാളെ 8 മണിക്കത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാട് രാവിലെ 8 മണിക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായി പത്രങ്ങളെയും അതുപോലെ നമ്മുടെ MP-മാരെയും അറിയിക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നിലപാട് ഇത് എനിക്കിപ്പോൾ ഔദ്യോഗികമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇത് കാര്യത്തെക്കുറിച്ച് പറയാൻ. പക്ഷേ എന്നിരുന്നാലും ഔദ്യോഗികമായിട്ടല്ലെങ്കിലും നിങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു തരത്തിലും കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ അങ്ങനെ മാറാൻ കഴിയില്ലല്ലോ. കാരണം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത്. ഇപ്പോൾ VP ശ്രീപത്മനാഭൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. VP ശ്രീപത്മനാഭൻ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു വിദ്യ, ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാണ്. ന്യൂനപക്ഷത്തിനുള്ള എല്ലാ അവകാശങ്ങളും അതുപോലെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും അതുപോലെ പുനഃസ്ഥാപിക്കപ്പെടണം, അതിൽ ഒരു തരത്തിലുമുള്ള കുറവുണ്ടാകരുത് എന്ന് പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസ് ചൂണ്ടിക്കാട്ടുകയാണ്. മറ്റൊരു വിഷയം മുനമ്പമാണ്. ഈ വഖഫ് ബില്ല് എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രസക്തമാകുന്നത് മുനമ്പം വിഷയത്തിൽ നിന്നുകൊണ്ടാണല്ലോ. മുനമ്പം വിഷയം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇത് വഖഫുമായി നേരിട്ടൊരു ബന്ധവുമില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പല വിയോജിപ്പുമുണ്ടെങ്കിലും ഇടപെടാതിരുന്നത് അദ്ദേഹം സംസാരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. അങ്ങേക്ക് പ്രതികരിക്കാം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് വെച്ച്. ശ്രീപത്മനാഭനിലേക്ക് വരാം. ഒരു ചെറിയ സാങ്കേതിക തടസ്സം കാണുന്നുണ്ട്. കാസയുടെ പ്രതിനിധി കെവിൻ പീറ്ററിലേക്കാണ്. ശ്രീ കെവിൻ, അങ്ങേക്ക് പറയാൻ കഴിയുന്നത്, ആദ്യം നമുക്ക് നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് തുടങ്ങാം. അതായത് കേരളം ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി മുനമ്പം തന്നെയാണ്. കോൺഗ്രസ് എപ്പോഴും എന്നതുപോലെ ആവർത്തിക്കുന്നത് മുനമ്പം എന്ന് പറയുന്നതും വഖഫും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും രണ്ടാണോ ശ്രീ കെവിൻ പീറ്റർ? അല്ല, ഒരിക്കലുമല്ല. ഇനിയും കോൺഗ്രസിന്റെ പ്രതിനിധി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇങ്ങനെ പറയുന്നത് ജനങ്ങൾ പരിഹാസത്തോടു കൂടെ മാത്രമേ കാണുകയുള്ളൂ. കാരണം ഈ വഖഫ് നിയമം വന്ന അതേ സമയത്ത് തന്നെയാണ് മുനമ്പം ജനങ്ങളുടെ പ്രശ്നവും കേരളത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് നിയമത്തിലെ ഓരോ ക്ലോസുകളുടെയും അപകടങ്ങൾ എന്താണെന്നുള്ളതും അതിൽ മാറ്റേണ്ടതിന്റെ ആവശ്യകതയെയും കുറിച്ച് വളരെ വ്യക്തമായി വളരെ വിശദമായി കേരളത്തിലെ പൊതുസമൂഹം പഠിച്ചു കഴിഞ്ഞു. പിന്നെയും വന്ന് അവരുടെ മുന്നിൽ നിന്ന് ഇത് രണ്ടും രണ്ടാണ് എന്ന് ഏറ്റവും അവസാനം കോടതി വരെ പറഞ്ഞു കഴിഞ്ഞു. തങ്ങൾക്ക് ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. കോടതി പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഈ വഖഫിന്റെ ഈ ക്ലോസുകൾ നിലനിൽക്കെ ഈ മുനമ്പം ജനറൽ വിഷയത്തിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇവർ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നത് എത്ര പരിഹാസ്യമാണ്. അദ്ദേഹത്തിന്റെ പരിഹാസ്യമായ നിലപാടാണ് കാസ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ളൊരു വിദ്യയാണ്. മതന്യൂനപക്ഷങ്ങളുടെ അവകാശം ഹരിക്കലാണ് ഈ ഭരണഘടന ഭേദഗതിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊന്ന്, മുനമ്പം എന്ന് പറയുന്നത് വഖഫുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കോൺഗ്രസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ മറുപടി? അതില് ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ BJP ആഗ്രഹിക്കുന്നു. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നവുമല്ല. ഇത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് നിയമത്തിലെ ഗുരുതരമായ അപാകത.
1995 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിലെ ഗുരുതരമായ അപാകത ഒരു കാരണം. രണ്ടാമത്തെ കാരണം നമ്മുടെ നാട്ടിലെ വഖഫ് സ്വത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഞാൻ രണ്ടാമത്തെ കാരണം ആദ്യം പറയാം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. 37 ലക്ഷം ഏക്കർ വഖഫ് ഭൂമിയുണ്ട് ഇന്ത്യയിൽ. 37.64 ലക്ഷം ഏക്കർ വഖഫ് ഭൂമി, അതായത് 8.72 വസ്തുക്കളാണ്. 8.72 ലക്ഷം വസ്തുക്കൾ. 8.72 ലക്ഷം വസ്തുക്കളിലായി 37.64 ലക്ഷം ഏക്കർ എന്ന് വെച്ചാൽ മുംബൈ നഗരത്തിന്റെ 20 ഇരട്ടി. മുംബൈ നഗരത്തിന്റെ 20 ഇരട്ടി ഭൂമി വഖഫ് ഭൂമിയാണ് എന്നാണ് വെപ്പ്. പക്ഷെ 60% ഭൂമിയും കയ്യേറി കഴിഞ്ഞു. 60% ഭൂമിയും കയ്യേറി അന്യാധീനപ്പെട്ട് കഴിഞ്ഞു. ഇനി വേറൊരു രസം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഈ 37.64 ലക്ഷം ഏക്കർ ഭൂമി മര്യാദയ്ക്ക് കൊണ്ടു നടന്നാൽ വർഷത്തിൽ 12,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാവും. 12,000 കോടി രൂപയുടെ. എന്നാൽ കിട്ടുന്നതാകട്ടെ അന്നത്തെ ആ കണക്ക് പ്രകാരം 163 കോടി രൂപയാണ്. അത് 12,000 കോടി രൂപ വർഷത്തിൽ വരുമാനം കിട്ടേണ്ട അത്രയും വിസ്താരത്തിലുള്ള വഖഫ് ഭൂമിയിൽ നിന്നും കിട്ടുന്നത് 163 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ വഖഫ് ഭൂമി ബഹുഭൂരിപക്ഷവും ആൺകുട്ടികൾ കയ്യേറി കഴിയും. ആൺകുട്ടികളും പെൺകുട്ടികളും. ഇത് ഇപ്പൊ ഞാൻ 2 ഉദാഹരണം തരാം. ഒന്ന് വഖഫിന്റെ സ്വത്താണെന്നാണ് പറഞ്ഞിട്ട് ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ ഉണ്ട്. അതായത് മൾട്ടിനാഷണൽ ഹോട്ടൽ ഗ്രൂപ്പാണത്, ഇന്റർനാഷണൽ ഗ്രൂപ്പ്. അവരുടെ മാരിയോട്ട് ഹോട്ടൽ ഹൈദരാബാദിൽ നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. അത് കയ്യേറി ഉണ്ടാക്കിയതാ. മറ്റ് വഖഫ് ബോർഡ് സുപ്രീം കോടതി വരെ കേസ് കൊടുത്തു, തോറ്റുപോയി. ഈ ഇന്റർനാഷണൽ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ ഗ്രൂപ്പിനോടൊക്കെ കേസ് നടത്തി ജയിക്കാൻ വഖഫുകാരെ കൊണ്ടാവുമോ? 2, അംബാനിയുടെ വീട് നിൽക്കുന്നത് വഖഫ് പ്രോപ്പർട്ടി എന്നാ പറയുന്നത്. മുകേഷ് അംബാനിയുടെ ബോംബെയിലെ വീട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുകേഷ് അംബാനിയോട് കേസ് നടത്തി ജയിക്കാൻ വഖഫുകാർക്കാവുമോ? അപ്പൊ കേരളത്തിൽ, ഞാൻ ഇനി ആധികാരികമായി പറയാം, കേരളത്തിൽ വഖഫ് ഭൂമിയിൽ മണിമന്ദിരങ്ങളും മണിമാളികളും പണിത സ്വകാര്യ വ്യക്തികളുണ്ട്. വഖഫ് ഭൂമി കയ്യേറി മണിമന്ദിരങ്ങളും മണിമാളികളും പണിത കേരളത്തിലുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? വഖഫ് ഭൂമി അന്യാധീനം. എന്താ കാരണം? വഖഫ് ബോർഡ് കാര്യക്ഷമമല്ല. വഖഫ് ബോർഡ് മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് ഈ എന്തിനു വേണ്ടിയാണോ ഇത് നീക്കി വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യമൊന്നും അവരുടെ മനസ്സിലില്ല. അവരുടെ മനസ്സിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭം മാത്രമാണ്. അതുകൊണ്ടാണ് വഖഫ് കൗൺസിലിൽ ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര സർക്കാർ ലെവലിൽ ഉദ്യോഗസ്ഥൻ, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിമാർ, അല്ലെങ്കിൽ അഭിഭാഷകർ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ, ഇങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നത്. അതോ സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഉണ്ട്. വഖഫ് ബോർഡിൽ നിന്നും ഏതെങ്കിലും 3 വഖഫ് ബോർഡിലെ പ്രതിനിധികൾ ഉണ്ടാവും. ഇസ്ലാമിക നിയമത്തിൽ ജ്ഞാനമുള്ളവരുണ്ടാവും. പാർലമെന്റിൽ നിന്നും 5 പേരുണ്ടാവും. നമ്മുടെ രാജ്യത്തിലെ പാർലമെന്റിൽ നിന്നും 5 പേരുണ്ടാവും. അപ്പം ഈ അമുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ജോയിന്റ് സെക്രട്ടറി ലെവൽ IAS ഉദ്യോഗസ്ഥന്മാർ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ, പാർലമെന്റിൽ നിന്ന് 5 പേരൊക്കെയാണ്. ഇതൊക്കെ നല്ലതാണ്. കാരണം ഈ സംഗതി വൃത്തിയിലും വെടുപ്പിലും കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിലെ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആവണം. സുപ്രീം കോടതി ജഡ്ജ്, അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകർ, ബാർ കൗൺസിൽ പ്രതിനിധികൾ, ഇങ്ങനെ ഇത് നാളെ അന്യാധീനപ്പെടാതെ കണ്ടവര് കട്ടുകൊണ്ടു പോകാതെ സംരക്ഷിച്ചു നിർത്തണം. അതൊന്ന്. 2, നിലവിലുള്ള വഖഫ് നിയമത്തിൽ 40-ാം വകുപ്പ്, 50-ാം വകുപ്പ്, 87-ാം വകുപ്പ്, 90-ാം വകുപ്പ്, ഇങ്ങനെ ഒരുപാട് അപകടകരമായ വകുപ്പുകളുണ്ട്. എന്നോടിപ്പോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ കുന്നുംപുറത്തെ അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രം 2000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി അവിടെ സ്ഥാപനങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് വഖഫാന്ന് പറഞ്ഞിട്ട്. അത് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിന്റെ പരാമർശം ഉണ്ടായി. ഇപ്പൊ തിരൂര് 25 കൊല്ലമായി കേസ് നടക്കുന്നു. തിരൂര് സബ് കോടതിയിലാണ്. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂരെ ഗ്രാമം മുഴുവൻ വഖഫാന്നാ പറയുന്നത്. അവിടുത്തെ 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം വഖഫാന്നാ പറയുന്നത്. അതുപോലെ തന്നെ മുനമ്പത്തെ പ്രശ്നം. ഇങ്ങനെ ഈ 40-ാം വകുപ്പ് ഒരു അപകടകരമായ വകുപ്പാണ്. അതായത് ഒരാൾക്ക് വഖഫിന് തോന്നുകയാണ് ആ ഭൂമി വഖഫാന്ന് കണ്ട വഖഫ് നോട്ടീസ് അയച്ചാൽ പിന്നെ അത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമായി, അല്ലെങ്കിൽ അത് ആരാണോ ഉടമസ്ഥൻ അവന്റെ ഉത്തരവാദിത്തമായി ഇത് എന്റേതാന്ന് തെളിയിക്കാൻ. അത് എവിടെയാ തെളിയിക്കേണ്ടത്? വഖഫ് ബോർഡിൽ. നല്ല സ്ഥലത്തല്ലേ?
അത് കഴിഞ്ഞാൽ അവിടെ തോറ്റാൽ വഖഫ് ട്രൈബ്യൂണൽ, അതൊരു ജില്ലാ ജഡ്ജാണ്, ഓക്കെ. പക്ഷെ അവിടെ തോറ്റാലോ ഓർഡർ ഫൈനലാണ്. ഇങ്ങനെ ഒരു ജില്ലാ ജഡ്ജിന്റെ ഉത്തരവ് ഇന്ത്യ രാജ്യത്തെ എങ്ങനെ ഫൈനലാവുക? അപ്പൊ ഇങ്ങനത്തെ കുറെ കുഴപ്പമുണ്ട്. ഇപ്പൊ ചാവക്കാട് പ്രശ്നമാണ്. സാമൂതിരിപ്പാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്ത ഭൂമി പിന്നീട് അവര് കൈമാറി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ താമസിക്കുകയാണ് അവിടെ കുടുംബമായിട്ട്. ഫാദർ തോമസ് തറയിലേക്ക് പോവുകയാണ്. അദ്ദേഹം KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ്. ഫാദർ, ഇന്നലെയാണ് KCBC ഇക്കാര്യത്തിൽ, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് KCBC വളരെ കൃത്യമായ ഒരു സന്ദേശം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. അതായത് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വരുമ്പോൾ കേരളത്തിലെ MP-മാർ അതിനനുകൂലമായ ഒരു നിലപാടെടുക്കണം എന്നതാണ്. UDF-ന്റെ 18 MP-മാരും LDF-ന്റെ ഒരു MP-യും BJP-യുടെ ഒരു MP-യും. BJP വളരെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ തന്നെയാണ് BJP-യുടെ നിലപാട്. പക്ഷേ മറ്റ് 2 കൂട്ടരും LDF-ഉം UDF-ഉം ഇതിൽ പണ്ടേ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ ബില്ലിനെ അനുകൂലിക്കേണ്ട എന്നത് തന്നെയാണ്. ഈ ഘട്ടത്തിലും വരുന്ന വാർത്ത ആ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും അവർ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. എങ്ങനെയാണ് KCBC ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? KCBC ഇന്ത്യൻ പാർലമെൻറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ MP-മാരോട് കൃത്യമായി ഈ ബില്ല് പഠിച്ച് ആ ബില്ലിലെ അപകടകരമായ വ്യവസ്ഥകൾ, അപകടകരമായിട്ടുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലിക്കണമെന്നാണ് വളരെ കൃത്യമായിട്ട് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല KCBC പറഞ്ഞിരിക്കുന്നത്. KCBCയുടെ പത്രക്കുറിപ്പ് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഈ വഖഫ് ബിൽ, ഇപ്പോഴുള്ള വഖഫ് നിയമത്തിൽ ഇവിടെ നേരത്തെ സംസാരിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള പോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ, ഈ മുനമ്പം വിഷയം പോലെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഇപ്പോഴത്തെ വഖഫ് നിയമത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാനായിട്ട് പാർലമെന്റിൽ MP-മാർ സഹകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് വഖഫ് നിയമത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതോ ആചാരപരമായിട്ടുള്ളതോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളോ വകുപ്പുകളോ ഉണ്ടെങ്കിൽ അതിലൊന്നും കൈകടത്തുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ ആ ബില്ലിലെ ഓരോ വകുപ്പുകളും വിശദമായിട്ട് പഠിച്ച് ഈ പൊതുസമൂഹത്തിന് അപകടകരമായിട്ടുള്ള വകുപ്പുകളെ ഭേദഗതി ചെയ്യുവാനായിട്ട് അനുകൂലിക്കണമെന്നാണ് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് PM നിയാസ്, ഫാദർ തോമസ് തറയിൽ പറയുന്നത് അത് തന്നെയാണ്. ഇത് ഈ വഖഫ് ബില്ല് എന്ന് നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിന് പൂർണ്ണമായും എതിരല്ല ഇവിടുത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അതിൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത വകുപ്പുകൾ അത് മാറ്റണമെന്ന് തന്നെയാണ് KCBCയുടെ നിലപാട്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യം മാറ്റുന്നതിനാവശ്യമായ നടപടികൾ വേണം. മുനമ്പത്തിൻ്റെ കാര്യത്തിലാണ് KCBC വളരെ കൃത്യമായ ഒരു അവരുടെ ഒരു ആശങ്ക പങ്കുവെക്കുന്നത്. KCBCയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടണമെന്നതാണ്. PM നിയാസ്, ഇതാണ് വിഷയം. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട് ഇത് അവിടെ വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ UDF-നെ നിയന്ത്രിക്കുന്ന സംഘടിത ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് വളരെ കൃത്യമായി പറയുന്നുണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്. അവിടെ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ മുന്നണിയിലെ ലീഗ് പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇതിനൊരു മാറ്റം വേണ്ടേ? നോക്കൂ, ഇവിടെ രണ്ടും രണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുനമ്പത്തെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വഖഫാണ് എന്ന്. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. വഖഫ് നിയമത്തെക്കുറിച്ച് അത്യാവശ്യം അറിവും ആ വഖഫ് കോടതിയിലും വഖഫ് ബോർഡിലും കേസ് നടത്തുന്ന ഒരു വക്കീലുമാണ്. വഖഫ് ആക്ടിലെ അടിസ്ഥാനപരമായ കാര്യം, വഖഫ്
ഒരിക്കൽ വഖഫ് ചെയ്താൽ പിന്നീട് ഒരിക്കലും അതിൻ്റെ കണ്ടീഷൻ വെച്ചുകൊണ്ട് കണ്ടീഷണൽ ഏൽപ്പന ഒരിക്കലും വഖഫായി മാറുകയില്ല. അപ്പോൾ ഇത് കണ്ടീഷണൽ ഏൽപ്പന ആയി വന്നതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും വഖഫായി നിൽക്കില്ല എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുനമ്പം ഭൂമി ഒരിക്കലും വഖഫായി പറയാൻ കഴിയില്ല. വഖഫാണെങ്കിൽ വഖഫ് ഒരിക്കലും അതിൻ്റെ വഖഫ് ആർക്കാണോ ചെയ്തത് അവർക്ക് തിരിച്ച് വിൽപ്പന ചെയ്യാൻ നിയമപരമായി പറ്റാത്ത കാര്യമാണ്. അതാണ് നമ്മൾ പറയുന്നത്. വഖഫ് നേരത്തെ പിന്നെ നമ്മുടെ എൻ്റെ സുഹൃത്ത് പത്മനാഭ വക്കീൽ പറഞ്ഞത് വഖഫ് ഒരിക്കൽ വഖഫായാൽ എല്ലാ കാലത്തും വഖഫ്. അതാണ് വഖഫിൻ്റെ നിയമം. വൺസ് വഖഫായി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വഖഫ് ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത് വഖഫല്ല. അതുകൊണ്ടാണ് ഫറൂഖ് കോളേജ് വഖഫായി കിട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് വിൽപ്പന നടത്താൻ പറ്റിയത് വഖഫ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തി അത് എഗ്രിമെൻ്റ് അല്ല രജിസ്റ്റർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വഖഫ് പ്രോപ്പർട്ടി ആ വഖഫ് ആർക്കാണോ കിട്ടിയത് അല്ലെങ്കിൽ വഖഫ് ആരാണോ ഉണ്ടാക്കിയത് അവർക്ക് അല്ലെങ്കിൽ കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ഒരിക്കലും പിന്നീട് വിൽക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമായ വഖഫിൻ്റെ അടിസ്ഥാന ശിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എൻ്റെ ഫാദർ ഇവിടെ തോമസ് ഫാദർ സംസാരിച്ചതുപോലെ ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. അത് ഏത് കോടതിയിൽ എപ്പോൾ പോയാലും എങ്ങനെ പോയാലും നിലവിലുള്ള നിയമത്തിൽ തന്നെ അത് വഖഫായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ കോൺഗ്രസ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ വന്നല്ലോ. ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ട്രൈബ്യൂണലിന് മാത്രമേ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് മുനമ്പം വഖഫ് വിഷയമല്ല. അങ്ങനെ വഖഫാണെന്ന് നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന മുസ്ലിം ലീഗിനോട് മുനമ്പം ജനതയ്ക്ക് വേണ്ടി അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് തയ്യാറല്ല. ഫാദറിന് എന്തോ ഈ വിഷയത്തിൽ പറയാനുണ്ട്. അതുകൂടി കേട്ട ശേഷം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് പോകാം. മറുപടി പറയാനുണ്ട് പ്ലീസ്. അഭിനന്ദനായ ഫാദർ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു മിനിറ്റ് ഫാദർ പറയൂ, എന്താണ് അങ്ങയുടെ കൺസേൺ? ഇപ്പോൾ അവിടെ സൂചിപ്പിക്കപ്പെട്ട ആ വിഷയം തന്നെയാണ്. അതായത് വഖഫ് നിയമത്തിലുള്ള ഒരു വകുപ്പ്, അന്യായമെന്ന് നമ്മൾ പറയുന്ന ഒരു വകുപ്പ് അതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ഇവിടെ നിലനിൽക്കുന്ന നീതി വ്യവസ്ഥയ്ക്കും വിരുദ്ധമായ രീതിയിൽ ഒരു ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും, അത് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അന്യായമായ ഒരു വകുപ്പാണ്. ആ വകുപ്പ് ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് തിരഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. യെസ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. താൻ വിശ്വസിക്കാത്ത ഒരു മതത്തിന്റെ നിയമങ്ങളെ അനുസരിക്കേണ്ടത് ഉണ്ടോ എന്ന ചോദ്യം കൂടി ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയവും ഇക്കാര്യത്തിലുണ്ട്. അപ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെ വളരെ കൃത്യമായി മുനമ്പം രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ് എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിലുള്ള സമകാലീന സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്? അല്ല, വർഷങ്ങളായി മുനമ്പത്ത് പ്രശ്നം നടക്കുന്നു. പ്രശ്നം തുടങ്ങിയതിന് ശേഷം കോൺഗ്രസും കേരളം ഭരിച്ചു, കമ്മ്യൂണിസ്റ്റുകാരും കേരളം ഭരിച്ചു. ആ മുനമ്പത്തുകാർക്ക് ഇപ്പോൾ ഒരു ലോൺ എടുക്കാൻ പറ്റുമോ? അവരുടെ റവന്യൂ രേഖകൾ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? അവര് നികുതി എടുക്കുന്നില്ല. അവർക്ക് ഭൂമി പണയപ്പെടുത്തി മകളുടെ വിവാഹം നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ പറയാണ്. കേൾക്കാൻ സുഖമുള്ള വർത്താനം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം പരിഹരിക്കണ്ടേ. കേൾക്കാൻ സുഖമുള്ള, കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള വർത്താനമൊക്കെ കേൾക്കുന്നത് നാല് ഭാഗത്തും. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇനി ഞാൻ വേറൊരു കണക്ക് തരാം. ഇന്ത്യയിൽ വഖഫുമായി ബന്ധപ്പെട്ട് 40,900 കേസുണ്ട്. 40,900 കേസ്. അതിൽ 9,000 ചില്ലുവാനം കേസ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ്. 9,000 ചില്ലുവാനം കേസ്. ബാക്കി 31,000 കേസ് അമുസ്ലിങ്ങളുമായിട്ടാണ്. വഖഫ് ബോർഡിന്റെ 40,900 കേസിൽ 9,000 കേസ് കിഴിച്ചാൽ ബാക്കി 31,000 കേസ് അമുസ്ലിങ്ങളുമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. അപ്പോ ഇതാണ് ഇതിനൊരു ഒരു സാഹചര്യത്തിലാണ് ഫസ്റ്റ് കേസ് കൊടുക്കേണ്ടത് വഖഫ് ബോർഡ് മുമ്പാകെ, പിന്നെ കേസ് കൊടുക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണൽ മുമ്പാകെ, പിന്നെ അത് ഫൈനൽ വന്ന് പറയുന്നത്. ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ അപ്പോ ഇത് നമ്മൾ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്.
അതാണ് BJP. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല, ഇത് രാജ്യത്തൊരു നിയമ പ്രശ്നമാണ്. 95 നിയമം മൂലം ഉണ്ടാക്കിയ ഒരു ഗുരുതരമായ പ്രശ്നം, അതൊന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ കൂട്ടത്തിൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അന്യാധീനപ്പെടുത്തി കിടക്കുന്നത് അത് പരിഹരിക്കുകയും വേണം. അപ്പൊ വഖഫും നന്നാവണം, വഖഫും മറ്റു ഉള്ളവരുമായിട്ടുള്ള ബന്ധവും നന്നാവണം, രാജ്യത്ത് സുരക്ഷിതമായ സാഹചര്യം, സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവും. യെസ്, കാസയുടെ പ്രതിനിധി ശ്രീ കെവിൻ പീറ്റർ. കെവിൻ പീറ്റർ, ഈ കോൺഗ്രസ് ഇപ്പോഴും നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ സമീപനത്തിൽ നിന്ന് ഒരു തരത്തിലും പുറകോട്ടില്ല. മുനമ്പവും ഇതുപോലെ വഖഫും രണ്ടും രണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ്, SDPIയുടെ നിലപാട് നമ്മൾ കണ്ടതാണ്, വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട് കണ്ടതാണ്. ഇവരെല്ലാം പറയുന്നത് ഈ വഖഫ് ഭൂമി, മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ്, ഇത് വഖഫിന് തന്നെ വന്നു ചേരണം, അതിനുവേണ്ടി എന്ത് നിയമ പോരാട്ടവും നടത്താൻ തയ്യാറാണ്. ഈ കോൺഗ്രസ് ആരെയാണ് പറ്റിക്കുന്നത്? കോൺഗ്രസ് മാത്രമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും എല്ലാവരും ഇവിടുത്തെ പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുകയാണ്. കാരണം ഇവർക്ക് ഇപ്പോൾ വഖഫ് എന്ന് പറയുന്ന, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു നിയമ പരിരക്ഷയുള്ള കൊള്ള സംഘത്തിന്റെ നിലപാടുകളെ സാധൂകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുജനത്തിന്റെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. മറ്റൊരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. വേറെ എന്തിന്റെ പേരിലാണ് ഇവർ ഈ വഖഫ് ബോർഡിനെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള 18 പേർ പിന്തുണയ്ക്കുന്നത് ചോദിച്ചാൽ അവർക്ക് മറ്റൊരു ആൻസർ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇവർ പറയുന്നത് വഖഫ് ബോർഡ് നിയമവും മുനമ്പം വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു സാധാരണ ഒരു സിമ്പിൾ ചോദ്യം. പിന്നെ എന്തിന്റെ പേരിലാണ് വഖഫ് ബോർഡ് ആ ഭൂമി വഖഫ് അല്ല എങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് വഖഫ് ബോർഡ് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്നത്? വഖഫ് ബോർഡിന് എന്താണ് ഇതിനകത്ത് റോൾ? അത് വഖഫ് ഭൂമി അല്ല എങ്കിൽ പിന്നെന്താണ് വഖഫ് ബോർഡിന്റെ പ്രശ്നം? അപ്പൊ അത് വഖഫ് ഭൂമി നിലവിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ മുനമ്പത്തെ ഭൂമിയുടെ മേൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം മാറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നിലവിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതിയിലൂടെ മാത്രമേ പറ്റൂ. ഇപ്പൊ നിയാസാറ ആദ്യമേ പറഞ്ഞു തുല്യനീതി, ന്യൂനപക്ഷ അവകാശം. ഈ തുല്യനീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ നിയമം കൊണ്ടുവരുന്നത്. പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും മറ്റു സമുദായങ്ങൾ ന്യൂനപക്ഷ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ അവകാശങ്ങൾ കൂടെ പാലിക്കണ്ടേ? ഇപ്പൊ ഇവിടെ വഖഫ് നിയമം ഉണ്ടാക്കിയ നിയമക്കുരുക്കുകളിൽ പെട്ടുകിടക്കുന്ന ഒരു സംഭവം മാത്രമാണ് മുനമ്പം. അത് ശാശ്വതമായി പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ. ഇപ്പോൾ നോക്കൂ, അവരുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി നാളെയാണ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്നു. ഇതുവരെ അവർക്ക് ആ ഒരു വിഷയത്തിൽ ഒരു നിലപാടില്ല. രാജ്യത്തെ പ്രതിപക്ഷം ശ്രീ കെവിൻ പീറ്റർ, അതിൽ നിലപാടല്ല അവർ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നത്. നിലപാടൊക്കെ വളരെ നേരത്തെ തന്നെ എടുത്തതാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് കാലാകാലങ്ങളായി ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഏത് വിഭാഗത്തിനൊപ്പമാണ് അവർ നിലകൊള്ളുന്നത് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ അവർ നാളെ തീരുമാനം പറയാൻ പോകുന്നത് സഭയിൽ എന്ത് നിലപാടെടുക്കണം, പാർലമെന്റ് ലോക്സഭയിൽ ഈ വിഷയം വരുമ്പോൾ അവിടെ എന്ത് സ്ട്രാറ്റജി എടുക്കണം എന്നത് മാത്രമാണ്. അല്ലാതെ അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും ഒരു മാറ്റവും നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും ഉണ്ടാവില്ല. അവരുടെ മാറ്റം അവരെ ഇപ്പോൾ ഒരു KCBC പോലെ എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന ഒരു ബോഡി ഒരു അഭ്യർത്ഥന നടത്തി അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അതിനെ തള്ളിക്കളയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നത് ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ സന്തോഷിപ്പിക്കാനാണെന്നുള്ളത് എല്ലാവർക്കും വളരെ ബോധ്യമായ കാര്യമാണ്. ശരിക്കും നാളെ ഇവിടെ പാർലമെന്റിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ നമ്മളുടെ ജനപ്രതിനിധികൾ, അവർ ഒരു പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവ് ഒന്നുമല്ല, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികളാണ് ഈ 18 പേർ. അവർ ആർക്കൊപ്പമാണ്, സാധാരണ ജനങ്ങൾക്കൊപ്പമാണോ അതോ പൊളിറ്റിക്കൽ ഇസ്ലാമിനൊപ്പമാണോ എന്നുള്ളത് മാത്രമാണ് നാളെ നമുക്ക് കാണാൻ പോകുന്നത്. കാരണം എല്ലാവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമ ഭേദഗതി വീണ്ടും കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ വേണമെങ്കിൽ പാസ്സാക്കാമായിരുന്നു. പക്ഷെ JPCക്ക് വിട്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പരാതികൾ, മറ്റു അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ച് അതിന്റെ എല്ലാ നല്ല കാര്യങ്ങളും വീണ്ടും എടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് എല്ലാവിധ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് ആ ബില്ല് കൊണ്ടുവരുന്നത്.
അപ്പോൾ ഇവിടെ JPC കേൾക്കേണ്ടത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിലപാട് മാത്രമല്ലല്ലോ. ആ മുസ്ലിം സമുദായത്തിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടില്ലേ? ഇപ്പോൾ ഇവിടുത്തെ വഖഫ് ബോർഡിന്റെയോ അല്ലെങ്കിൽ വഖഫ് സംരക്ഷണ സമിതിയുടെയോ മുസ്ലിം ലീഗിന്റെയോ നിലപാടാണോ എറണാകുളം പുല്ലേപ്പടിയുടെ അടുത്ത് താമസിക്കുന്ന സത്താർ സേട്ടിന്റെ കൊച്ചുമകൾക്കുള്ളത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട സത്താർ സേട്ടിന്റെ കൊച്ചുമകൾക്കുള്ളത്? അവർക്ക് പരാതിയില്ലേ വഖഫ് ബോർഡിനെ കുറിച്ചിട്ട്? അവർ ഈ ചിറ്റൂർ റോഡിൽ നിരാഹാരം ഇരുന്നില്ലേ? അപ്പം എല്ലാ മുസ്ലിം സമുദായത്തിലും ഉൾപ്പെടെ എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടി 30 വർഷമായി ജയിച്ചുകൊണ്ടിരുന്ന ഉത്തർപ്രദേശിലെ ബൈ ഇലക്ഷനിൽ അവിടെ ഹൈന്ദവനായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയെ അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ വിജയിപ്പിച്ചു? അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വഴിയോര വാണിഭം നടത്തുന്ന ആളുകൾ ഏറെയുള്ള ആ മണ്ഡലത്തിൽ വഖഫിന്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരാണ് അവർ. അവർക്ക് പോലും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും പരാതികളും എല്ലാം സ്വീകരിച്ച് ശേഷമാണ് വീണ്ടും ആ ബില്ല് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയാണ്. ഇപ്പൊ മറ്റൊരു കൂട്ടർ കണ്ടില്ലേ, പ്രോഗ്രസ് കാർഡ് വിതരണം ചെയ്യുന്ന ദിവസം ചില കുട്ടികൾക്ക് UPയിലെയും LPയിലെയൊക്കെ കുട്ടികൾക്ക് പനി വരുന്നത് പോലെയാണ്, ഞങ്ങൾക്ക് നാളെ പാർട്ടി സമ്മേളനമുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ പോകുന്നില്ല. ഇന്ന് മറ്റൊരു സംഭവം കണ്ടില്ലേ? പക്ഷേ ആ ഒരു അപകടം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ MP-മാരെയൊക്കെ മറ്റേ പാർട്ടി കോൺഗ്രസിലേക്കുള്ള യാത്രയിൽ നിന്നും പിൻവലിപ്പിച്ചിപ്പോൾ ഈ പാർലമെന്റിൽ ഈ ബില്ല് വരുമ്പോൾ അവിടെ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ CPM കൊടുത്തിട്ടുണ്ട്. ശ്രീ PM നിയാസ്, കെവിൻ പീറ്റർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രൈസ്തവരോ മാത്രമല്ല, മുസ്ലിം ജനവിഭാഗം പോലും വേട്ടയാടപ്പെടുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ അങ്ങയുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാം. അത് അങ്ങയുടെ തൊട്ട അയൽപക്ക ജില്ലയായ വയനാട്ടിലാണ്. ഈ വയനാട് ടൗൺ മസ്ജിദിന് നേരെ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ്. വയനാട് തവിഞ്ഞാലിലെ 5.77 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്നാണ് ബോർഡിന്റെ പുതിയ അവകാശവാദം. ഇമാം CV ഹംസ ഫൈസി ഉൾപ്പെടെ 5 കുടുംബങ്ങൾക്ക് വഖഫ് നോട്ടീസ് അയച്ചു. ഇത് അധിക നാളൊന്നും ആയിട്ടില്ല ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ നവംബറിലാണ് ഇത്തരത്തിലൊരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഇത് മുസ്ലിം വേട്ട എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഒതുക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇത് സമഗ്രമായി എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. നിങ്ങൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം ജനവിഭാഗം മാത്രമല്ല, മുസ്ലിം ജനവിഭാഗത്തിലെ സാധാരണക്കാർക്ക് കൂടി ഈ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറയുമ്പോഴാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബില്ലിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ കാസയുടെ പ്രതിനിധിയുടെ രാഷ്ട്രീയം ഒന്നും ഞാനിവിടെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല. മണിപ്പൂരിലെ ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായും ഭരണകൂടത്തിൻ്റെ താല്പര്യപ്രകാരം ആക്രമിച്ചപ്പോൾ അവിടെയും ന്യൂനപക്ഷം പീഡനമുണ്ടായി എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ ഉത്തരേന്ത്യയിൽ മണിപ്പൂരിൽ നിന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്. അവിടെ വർഷങ്ങൾക്ക് ശേഷം അവിടെ അവരുടെ ഫൗണ്ടർ ഡേ എന്ന് പറയുന്ന ദിനം കുക്കി വിഭാഗം അവിടെ ആഘോഷിക്കുകയായിരുന്നു ചെയ്തത്. ആ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ അങ്ങ് കണ്ടില്ലെന്ന് നടിക്കുകയാകാം. ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾക്കും അത് വാർത്തയല്ലായിരിക്കാം. മണിപ്പൂർ പഴയതുപോലെയല്ല. മണിപ്പൂരിലെ സ്ഥിതിഗതികളൊക്കെ ശാന്തമായി തുടങ്ങി. അതിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മോദി വന്നതിന് ശേഷം മാത്രമല്ല മണിപ്പൂരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ അതല്ല, ആ വിഷയമല്ല. താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് 1.5 കൊല്ലമായി നീലിമ കൈരളിയിലുള്ള കാലത്തും ഇപ്പോഴുള്ള കാലത്തും ഒക്കെ 1.5 കൊല്ലമായി അവിടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു വിഭാഗം ആളുകളെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും അവിടുത്തെ സഹോദരിമാരെ പരസ്യമായി മണിപ്പൂരിൽ പോയിട്ടുണ്ട്. മണിപ്പൂർ കത്തുന്നത് ആദ്യമായല്ല. മണിപ്പൂരിൽ പതിറ്റാണ്ടുകളായി വംശീയ സംഘർഷമുണ്ട്. നിങ്ങളുടെ എത്ര പ്രധാനമന്ത്രിമാർ അവിടെ പോയിട്ടുണ്ട്? ആ ഒരു കണക്ക് ആദ്യം പറയും. ഒച്ചയെടുത്ത് താങ്കൾ അങ്ങനെ ഒച്ചയെടുത്ത് പറഞ്ഞാലൊന്നും അങ്ങനെ ക്രിസ്ത്യാനികൾ എവിടെ ചൂണ്ടിക്കാട്ടിയാൽ ഉടനെ നിങ്ങൾ മണിപ്പൂരും പൊക്കിക്കൊണ്ടുവരും. അത് പരിഹാസ്യമാണ്. കാസയുടെ പ്രതിനിധി
അങ്ങയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല. കാരണം അങ്ങും ഞാനും തമ്മിൽ ഏറ്റുമുട്ടി, അതിൽ നിന്നും നമ്മൾ രണ്ടുപേരും ഏറ്റുമുട്ടി, അതിൽ നിന്നും ചോര കുടിക്കാൻ കുറെ കുറുക്കന്മാർ ഇവിടെ ഇറങ്ങിയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ മണിപ്പൂർ നിലപാട് ഞാൻ പറയട്ടെ താങ്കൾ എത്ര പ്രൊവോക്ക് ചെയ്താലും ഞാൻ ആ പ്രൊവോക്കേഷനിൽ വീഴുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി മണിപ്പൂർ ഉൾപ്പെടെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പല മേഖലകളിലും ക്രൈസ്തവ സമൂഹത്തിനെതിരായും ക്രൈസ്തവ സഹോദരിമാർക്കെതിരായും അവിടെ ക്രൈസ്തവ വൈദികർക്കെതിരെയും കൊല്ലുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ സ്ഥാപനങ്ങൾ അടിച്ചുപൊളിക്കുകയും ചെയ്തപ്പോൾ അവിടെ ന്യൂനപക്ഷ പീഡനം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് അവിടെ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മണിപ്പൂരിൽ ഈ സംഘർഷമൊക്കെ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. ഇവിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ഭരിച്ചിരിക്കുന്ന കാലത്ത് എത്രയോ 3000-ലധികം പേർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് നിങ്ങളുടെ ഏത് പ്രധാനമന്ത്രിയാണ് അവിടെ പോയത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നീലിമക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിമാരുടെ കണക്കൊക്കെ പറയാം. ഒരു 1.5 കൊല്ലക്കാലം മണിപ്പൂരിൽ ഇങ്ങനെ കത്തിരിഞ്ഞപ്പോ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ലോകം മുഴുവൻ ചുറ്റി നടന്ന ഒരു സഞ്ചാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് ഒരു വിഷമം ഉണ്ടായപ്പോ ആ വിഷമമുണ്ടായ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് നടക്കുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആളുകളെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ശരി, ശ്രീ പത്മനാഭൻ, കെവിൻ പീറ്റർ, ഞാൻ എത്താം അങ്ങയിലേക്ക്. ശ്രീ പത്മനാഭൻ, ഇപ്പോൾ പറയുന്നത് 2 ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കാൻ ചില കുറുക്കന്മാർ ഇവിടെ നടക്കുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ആർക്ക് നേരെയാണ് ഉതിർത്തുന്നതെന്ന് അറിയാമല്ലോ. കൃത്യമായി BJP-ക്കെതിരെയാണ് ആ ഒരു ആരോപണം വന്നിരിക്കുന്നത്. താങ്കൾക്ക് പ്രതികരിക്കാം. ഇല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, ഇത് മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നമല്ല. ഞാൻ അതിലൊരു മാറ്റമില്ല. ഇതൊരു നിയമ പ്രശ്നം. ഇത് 1995-ലെ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ നിയമം ഉണ്ടാക്കിയ വലിയ കുഴപ്പം ഇതാണ്. ഇതിന്റെ അടിസ്ഥാനം ഇപ്പോ ഈ മുനമ്പത്തിന്റെ അടിസ്ഥാനം. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം, അതായത് വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്ന കാര്യം. ഇപ്പൊ ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നിയാസ് ഇവിടെ പറഞ്ഞത് മുനമ്പം വഖഫ് ഭൂമി അല്ല എന്നാണ്. ഞാൻ വളരെ ലളിതമായി ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് മുസ്ലിം ലീഗിനെ കൊണ്ട് സമ്മതിപ്പിച്ച് CPM-ഉമായിട്ടും കേരളത്തിലെ ഭരണകക്ഷിയുമായി സംസാരിച്ച് ഇതൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കുമോ? സാധ്യമല്ല. കോൺഗ്രസ് എടുക്കാൻ പറ്റില്ല കോൺഗ്രസിന്. മാത്രവുമല്ല, നാളെ പാർലമെന്റിൽ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് മുനമ്പം പാർലമെന്റിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP പ്രസംഗിക്കുമോ? മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് പ്രസംഗിക്കൂല. അതാ ഞാൻ പറഞ്ഞത്, കേൾക്കുമ്പോ സുഖമുള്ള വർത്താനം മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടക്കുന്നില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിയമ ഭേദഗതി വരണം. ഇപ്പോ നിയമ ഭേദഗതിക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ എന്താ ഇതിന്റെ പ്രശ്നം അറിയോ? ഇതിന് അടിസ്ഥാനപരമായി കുറെ പ്രശ്നമുണ്ട്. ഈ വഖഫ് ബൈ യൂസർ ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് ഒരു പൊതു മൈതാനി എല്ലാ ഈദ്ഗാഹിനും എല്ലാ ഈദിനും നിസ്കാരത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വഖഫ് ബൈ യൂസ് ആക്കി മാറ്റിയ ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തുണ്ട്. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. അറിയാലോ, നമുക്ക് ഹുബള്ളിയിൽ പണ്ടുണ്ടായ പ്രശ്നം. അപ്പൊ അത് അത് വഖഫാന്നാണ് പറഞ്ഞത്. അത് വഖഫൊന്നല്ല, അത് മുനിസിപ്പൽ മൈതാനിയാണ്. അതിന് ഹിന്ദുക്കളെ ഉത്സവത്തിന് ഉപയോഗിക്കാം, മുസ്ലിങ്ങൾക്ക് ഈദ്ഗാഹ് നമസ്കാരം നടത്താം, രാഷ്ട്രീയ പാർട്ടിക്ക് പൊതുയോഗം നടത്താം. അങ്ങനെ വഖഫ് ബൈ യൂസ് എന്ന് പറയുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തത് വഖഫ് ബൈ എന്താ പറയാ വാക്കാലുള്ള വഖഫ്. ഈ വാക്കാലുള്ള വഖഫ് അപകടകരമാണ്. കാരണം വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റലൈസ്ഡ് വേൾഡ്. നമ്മൾ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് ഡിജിറ്റലിലേക്ക് എത്തി. നമ്മൾ രജിസ്ട്രാർ ഓഫീസിലെ രേഖകൾ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യുന്ന കാലത്തിൽ നിന്നും
നമ്മൾ എവിടെ എത്തി? ഡിജിറ്റലൈസേഷനിലെത്തി. ഇപ്പൊ ഡിജിറ്റലൈസേഷൻ നടക്കുക നമ്മുടെ നാട്ടിലെ എല്ലാ ഭൂമിന്റെയും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വാക്കാലുള്ള വഖഫും അപകടം ചെയ്യും, കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. പിന്നെ ഒരാൾ വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 കൊല്ലം മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം പല അമുസ്ലിങ്ങളുടെ സ്വത്തും ഇപ്പൊ തർക്കത്തിലാണ്. അതായത് വഖഫ് ചെയ്തു എന്നാ പറയുന്നത്, അമുസ്ലിം വഖഫ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അത് അവിടെ വലിയ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം അറിയാലോ, ഇതൊക്കെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു കൃത്യത വരുത്തുക, എല്ലാം രേഖകളാക്കണം, എല്ലാം അതിരുകളും തിരിക്കണം, എല്ലാത്തിനും കൃത്യമായ മേൽനോട്ടം വേണം. ആ മേൽനോട്ടം 37 ലക്ഷം ഏക്കർ ഭൂമി, അത് മുംബൈ നഗരത്തിന്റെ 20 ഇരട്ടി. അതാണ് സുപ്രീം കോടതി ജഡ്ജി വേണം, അല്ലെങ്കിൽ ഒരു വളരെ മുതിർന്ന അഭിഭാഷകൻ വേണം, മാനേജ്മെന്റ് വിദഗ്ധൻ വേണം, പാർലമെന്റിലെ 5 അംഗങ്ങൾ വേണം, സംസ്ഥാനത്ത് വരുമ്പോ MLA വേണം, അത്തരത്തിലുള്ള മുതിർന്ന ആളുകൾ, ബാർ കൗൺസിൽ പ്രതിനിധികൾ വേണം. കാരണം ഇതിനൊരു സംരക്ഷണം വേണമെന്ന്. കുറെ രാഷ്ട്രീയക്കാർ കയറി ഭരിക്കുകയാണ് വഖഫ് ബോർഡ്, കുറെ രാഷ്ട്രീയക്കാർ കയറി ഭരിക്കുക. എന്നിട്ട് ഈ സാധനം കാണാനില്ലാന്ന്. 60% ഭൂമി കാണാനില്ല, 60% ഭൂമി കാണാനില്ല. അത് കണ്ടവൻ കയ്യേറി കഴിഞ്ഞു. ആ കയ്യേറിയ കൂട്ടത്തിൽ ഹിന്ദുക്കളും ഉണ്ടാവും, സിഖുകാരും ഉണ്ടാവും, മുസ്ലിങ്ങളും ഉണ്ടാവും, എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ കയ്യേറാൻ പറ്റൂലല്ലോ. ഒരാൾ വിശ്വാസത്തിന്റെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ദൈവനാമത്തിൽ നീക്കിവെച്ച ഭൂമി കയ്യേറാൻ പാടുണ്ടോ? ആ കയ്യേറിയിട്ട് മാരിയോട്ട് ഹോട്ടലും അതുപോലെ തന്നെ മണിമന്ദിരങ്ങൾ കേരളത്തിലുണ്ട്, പുറത്തു വരാൻ പോവാ കേരളത്തിന്. അതെ, ഈ ഒരു CPM കാരൻ ഇങ്ങനെ ഒന്ന് കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ എന്ത് നിലപാടെടുക്കുന്നത് നമുക്കറിയില്ല. കളമശ്ശേരിയിൽ ഉണ്ടല്ലോ ഒരു കൃത്യമായ ഒരു ഉദാഹരണം. അവിടെ CPM നേതാവ് ഹസൈനാർ കയ്യേറി വെച്ചിരിക്കുന്നത് കളമശ്ശേരിയിലെ വഖഫ് ഭൂമി കയ്യേറി വെച്ച് അയാൾ യഥേഷ്ടം ഉപയോഗിക്കുകയാണ്. ശ്രീ നിയാസ്, അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നോക്കൂ, നിങ്ങൾ ഈ കാര്യത്തിൽ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഒരു നിലപാടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാനതറിയില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒരു വ്യവസ്ഥാപിതമായ നിയമത്തിൽ ഒരാൾ ഇപ്പോൾ ശ്രീ പത്മനാഭൻ്റെ ഭൂമി അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഭൂമി എൻ്റെതാണെന്ന് പറഞ്ഞാൽ കോടതി കൊടുത്താൽ കോടതി നോട്ടീസ് അയക്കും, സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറയും, സ്വാഭാവികമാണ്. അതിനുശേഷം എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും. തെളിവുകൾ ഹാജരാക്കി പറയും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ആ നേരത്തെ എടുത്ത സ്റ്റാറ്റസ് കോ ഒക്കെ ഒഴിവാക്കി അത് ശ്രീ പത്മനാഭൻ്റെ ഭൂമി കൊടുക്കും. അത് തന്നെയാണ് ഈ സിവിൽ ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതാണ്. ഇപ്പോൾ വഖഫ് ആക്ടിൽ വഖഫ് ഭൂമി വഖഫ് ട്രിബ്യൂണലും വഖഫ് ബോർഡുമാണ്. വഖഫ് ബോർഡ് ആദ്യവും പിന്നെ അതിന് അപ്പലറ്റ് അതോറിറ്റി ആയിട്ട് വഖഫ് ട്രിബ്യൂണലുമാണ്. അതിന് വളരെ കൃത്യമായ നിലപാടെടുക്കും. ആ നിലപാട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിനിടയിൽ ഇന്റർവ്യൂ ഓർഡറും ഒക്കെ ഫൈനൽ ഓർഡറോടുകൂടി പോകും. അത് സ്വാഭാവികമാണ്. പിന്നെ ഇവിടെ ശ്രീ പത്മനാഭൻ 2 അർത്ഥത്തിലാണ് പറയുന്നത്. ഒരു ഭാഗത്ത് പറയുന്നത് വഖഫ് ഭൂമികളൊക്കെ 60% ഇത് ഭൂമി കയ്യേറിപ്പോയി, അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കണമെന്ന് ഒരു ഭാഗത്ത് പറയുക. മറുഭാഗത്ത് പറയുക ഒരുപാട് വസ്തുക്കൾ വഖഫ് അന്യാധീനമായി പിടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി എങ്ങനെയാണ് ശ്രീ പത്മനാഭ ഒരുപോലെ ശരിയാവുക? ഒന്നുകിൽ വഖഫ് ഭൂമികളൊക്കെ കയ്യേറിപ്പോയി, അല്ലെങ്കിൽ വഖഫ് ഭൂമികളൊക്കെ നിലനിർത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്ത് നിലനിർത്തണമെന്നും ഒരു ഭാഗത്ത് നിലനിർത്താൻ വേണ്ടിയാണ് ഈ അമെൻമെന്റ് എന്ന് പറയുക, ഒരു ഭാഗത്ത് പറയുന്നത് വഖഫ് ഭൂമി ഉണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അതൊന്ന് വിശദീകരിച്ചു പോകാം. കാരണം പാർലമെന്റ് ഉൾപ്പെടുന്ന സ്ഥലം പോലും വഖഫാണെന്ന് പറഞ്ഞു വെക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, അതിലെന്താ പ്രശ്നം അറിയോ? ഗുരുവായൂർ അമ്പലത്തിന്റെ ഭൂമി, കോട്ടെ തൃശ്ശൂര് പള്ളിയുണ്ടല്ലോ, പുത്തമ്പള്ളി, അതിന്റെ ഭൂമി ഒരാൾ കയ്യേറിയാൽ, അല്ലെങ്കിൽ ആ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം വേറൊരാളുടെ ഭൂമി കയ്യേറിയാൽ, പുത്തമ്പള്ളി വേറൊരാളുടെ ഭൂമി കയ്യേറിയാൽ, ഇത് എവിടെയാണ്? ഭൂമിയുടെ വസ്തുവിന്റെ വിലയ്ക്ക് അനുസൃതമായി മുൻസിഫ് കോടതിയിലോ സബ് കോടതിയിലോ ആണ് കേസ് വരേണ്ടത്. വഖഫിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വഖഫിന്റെ കാര്യത്തിൽ വഖഫിന് തോന്നുകയാണ് ഒരാളുടെ ഭൂമി ഞങ്ങളുടേതാണെന്ന്. വഖഫ് ഒരു നോട്ടീസ് അയച്ചാൽ പിന്നെ ആ ആൾ തെളിയിക്കണം എന്റേതാണെന്ന്. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ്? വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്. ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാ. ഇവിടെ അതല്ല. വഖഫ് നോട്ടീസ് അയച്ചാൽ വഖഫ് ബോർഡ് മുമ്പാകെ വന്ന് അയാൾ തെളിയിക്കണം ഇത് എന്റേതാന്ന്. വഖഫ് ബോർഡിൽ ഇരിക്കുന്നത് ആരാ? അതാത് കാലത്തെ ഭരണകക്ഷിയിൽപ്പെട്ട മുസ്ലിം നേതാക്കന്മാർ.
അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ, അല്ലേ? അതെ അതെ അത് മുനിസിപ്പൽ കോടതിയാ, സബ് കോടതിയാ, Yes. പിന്നെ നോട്ടീസ് അയച്ചാൽ അവിടെ പോയിട്ട് അത് കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ. ഇവിടെയൊക്കെയാണ് കുഴപ്പം. ഇതൊക്കെ മാറ്റി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലയിലെ പരമാധികാരി, കലക്ടർ എന്ന് പറഞ്ഞാൽ ആരറിയോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലയിലെ പരമാധികാരി ആദ്യം പരിശോധിക്കും. രണ്ടാമത് സിവിൽ കോടതിക്ക്, അതായത് വാല്യുവേഷൻ നോക്കി വസ്തുവിന്റെ വില നോക്കി മുനിസിപ്പലിലേക്കും സബിലേക്കും പോകും. അപ്പൊ പ്യുവർ സിവിൽ ഡിസ്പ്യൂട്ടായി മാറും. ഇപ്പൊ പ്യുവർ സിവിൽ ഡിസ്പ്യൂട്ട് അല്ല. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഇത് നിങ്ങൾ 95 ഉണ്ടാക്കിയ അനാവശ്യമായ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഒറ്റ കാര്യം. വക്കീലെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, താങ്കൾ പറഞ്ഞു ഇത്ര സ്റ്റിഞ്ചന്റ് ആയിട്ടുള്ള വഖഫ് ആക്ട്, അത് അവർക്ക് തോന്നിയാൽ അത് നിയമപരമായി ആർക്കെതിരാണോ തോന്നിയത് അയാൾ തെളിയിക്കണമെന്ന്. അങ്ങനെ സ്റ്റിഞ്ചന്റ് ആയ ആക്ട് ഉണ്ടായിട്ട് പോലും ഇവിടെ താങ്കൾ പറഞ്ഞത് 66% ഭൂമി കയ്യേറിപ്പോയി. സ്റ്റിഞ്ചന്റ് ആക്ട് നിലവിലുണ്ടായി വഖഫ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ട് പോലും പോയ സ്ഥലമാണ് ഇപ്പോൾ അത് നേരെ സിവിൽ കോടതിയിലേക്കും കലക്ടർക്കും കൊടുക്കുന്നത്. കലക്ടർക്കും സിവിൽ കോടതിക്ക് പോയാൽ പിന്നെ ഈ വഖഫ് എന്ന് പറയുന്ന സാധനം 66%, 100% വഖഫ് ഇല്ലാതായി പോകും. അതാണ് ഞങ്ങളുടെ ആൻസൈറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത്ര സിഞ്ചന്റ് ആയിട്ട് പോലും 60% പോയി. അതുകൊണ്ട് ഇപ്പോ മറ്റ് ആ വഖഫ് ബോർഡിന്റെ സ്വത്തുകള് 100% പോയി പോകുന്ന കൈവശം വരുന്ന സ്വത്തുക്കള് മറ്റ് മതസ്ഥർ കയ്യേറിയതാണോ? വഖഫ് ബോർഡിന്റെ തന്നെ കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും കൊണ്ട് നഷ്ടപ്പെട്ടതല്ലേ? അതൊരു ചോദ്യമാണ്. ശ്രീ പത്മനാഭൻ കൂടി ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നു. ഇതെന്താ വിഷയം അറിയോ? ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച വഖഫ് ബോർഡിന് ഇത് സംരക്ഷിക്കാനൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്നും പറയുകയാണെ ആരെ അടക്കി കുറ്റം പറയല്ല, താല്പര്യമില്ല. അവർക്കൊരു 3-4 കൊല്ലം കിട്ടും. ആ കൊല്ലത്ത് അവിടെ ഇരുന്ന് അതിന്റെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് അവർ പോവും. അടുത്ത ഭരണം വരും, അടുത്ത ബോർഡ് വരും. ഇത് നാളെ മുതൽ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി ലെവൽ ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാർ, മുതിർന്ന അഭിഭാഷകർ, മാനേജ്മെന്റ് വിദഗ്ധന്മാർ, ഇങ്ങനെ ഗൗരവമുള്ള ഒരു സംവിധാനത്തിന്റെ കീഴിൽ വരികയാണ്. അപ്പൊ എന്താ ഉണ്ടാവാൻ പോകുന്നത്? അന്യാധീനപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങും. അതോടൊപ്പം ഈ 40-ാം വകുപ്പ് പോകുന്നതോടുകൂടി, സിവിൽ കോടതിയിലേക്ക് പോകുന്നതോടുകൂടി ഇത് രാജ്യത്തെ സിവിൽ നിയമങ്ങൾക്കനുസരിച്ച് വ്യവഹാരം നടക്കുള്ളൂ. ഈ വഖഫ് ബോർഡിൽ കാലാകാലം ഇരുന്ന രാഷ്ട്രീയക്കാരാണ് വഖഫ് ഭൂമി നശിപ്പിച്ചത്. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പോകണ്ട, ഇത്രയേ ഉള്ളൂ. പിടിച്ചെടുക്കും, എന്നിട്ട് കണ്ടവൻ കൊണ്ടുപോകും. കണ്ടവൻ കൊണ്ടുപോയതാണ്. സുപ്രീം കോടതി വരെ കേസ് നടത്തി തോറ്റതാ ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ. ഹൈദരാബാദ് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച നഗര. അവരെ അവിടെയൊക്കെ കണ്ടമാന വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. ഇന്ന് അതിന്റെ 1/3 ഇനി ഞാനൊരു തമാശ പറയട്ടെ. ഈ ഒവൈസിയിലെ അസാറുദ്ദീൻ ഒവൈസി, അയാളാരാ മോൻ? അയാളെ വീടും ഷോപ്പിംഗ് കോംപ്ലക്സും ബിസിനസ് സാമ്രാജ്യവും ഒക്കെ നിൽക്കുന്ന വഖഫ് ഭൂമിയിലാണ്. ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരെ മാത്രം ഇത് ഭരിക്കാൻ വിട്ടുകൂടാ. ഇതിനൊരു ഉത്തരവാദിത്തം വേണം, ഗൗരവം വരണം. അതാണ് തീരുമാനം. ഓക്കെ, ഫാദർ തോമസിലേക്കാണ് പോകുന്നത്. ഫാദർ, KCBC മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മുനമ്പങ്കാർക്ക് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്നത് അവർ വളരെ കൃത്യമായി ഇത് മുനമ്പത്തെ ഭൂമി വഖഫ് തന്നെയാണെന്ന് ആവർത്തിക്കുന്നു. അവിടുത്തെ ജനപ്രതിനിധി 2019 മുതൽ അവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ്, വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൈബി ഈഡൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എമ്പുരാന്റെ വിഷയത്തിൽ ഇടപെട്ടായിരുന്നു. നമ്മള് കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനൊന്നും അല്ല നിൽക്കുന്നത്. കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മള് ഈ മുനമ്പത്ത് അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന്റെ പക്ഷത്താണ് KCBC എപ്പോഴും നിന്നിട്ടുള്ളത്. ഈ പ്രശ്നം ഉടലെടുത്ത സമയം മുതൽ ആ ജനത്തോടു കൂടി നമ്മളുണ്ട്. ആ ജനത്തിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയും
അവരുടെ സമരങ്ങളിൽ സഹായിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹൈബി ഈഡനും പല പ്രാവശ്യം അവിടെ വരികയും ഈ ജനത്തോട് കൂടെയാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹത്തിനും പറയാൻ സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുമായിരിക്കും, അതുപോലെയുള്ള മറ്റ് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ജനത്തെ കണ്ടിട്ടുണ്ട്, സമരവേദിയിൽ വന്നിട്ടുണ്ട്, മറ്റ് വേദികളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം, അത് പരിഹരിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും അതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ പാർലമെന്റിൽ വരാൻ പോകുന്നത്. ആ പാർലമെന്റിൽ ഈ ബില്ല് വരുമ്പോൾ ഈ മുനമ്പത്തെ ജനതയ്ക്ക് ഹാനികരമായിട്ട് നിൽക്കുന്ന, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാനായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ജനത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ എല്ലാ എം പിമാർക്കും, അത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ ഒന്നുമില്ല, ജനത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ജനപ്രതിനിധികൾ ചെയ്യേണ്ടതാണ്. ശ്രീ PM നിയാസ്, ഫാദർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. നാളെ നിങ്ങളെ സംബന്ധിച്ചൊരു നിർണായക ദിവസമാണ്. നിങ്ങൾക്ക് മുനമ്പത്തെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ ഇതിലും വലിയൊരു അവസരം ബാക്കിയില്ല. ശ്രീ നിയാസ്. നിലിമക്ക് ഒരു സന്ദേഹവും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യവസ്ഥാപിതമായ ഇന്ത്യയുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും മതനിരപേക്ഷതയും മതേതര കാഴ്ചപ്പാടുകളും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ചെയ്യും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനമ്പം വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഇവിടെ ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ എല്ലാവരെയും അവരെ ഓരോന്നോരോന്നായി ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടാണ് BJP ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ KCBC പറഞ്ഞ താല്പര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാളെ തീരുമാനമെടുക്കാൻ പോകുന്നത്. നാളെ നടക്കാൻ പോകുന്ന തീരുമാനത്തിന് ഇന്നേ നീലിമ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ശ്രീപത്മനാഭൻ ഇങ്ങനെ പ്രയാസവും ആദ്യം പിടിച്ച് മുന്നോട്ട് പോകേണ്ടതില്ലല്ലോ. കാസക്കാർ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ നാളെ KCBC പറഞ്ഞ പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? അതെ, ഈ വിഷയത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് അവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. കാസയുടെ പ്രതിനിധി അത് തന്നെയാണ് പറയുന്നത്. ശ്രീ PM നിയാസ്, കാസയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, കാസയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. കാരണം ഞാനും കാസയും തമ്മിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം കാസക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും കാസക്ക് എങ്ങനെയെങ്കിലും ഇന്ന് ഞങ്ങളെ ഒന്ന് തെറ്റിക്കണം. എന്നിട്ട് തോമസ് സാറുടെ KCBCയുടെ അഭിപ്രായങ്ങൾക്ക് എതിരാണ് ഞങ്ങളെന്ന് പ്രചരിപ്പിക്കണം. അങ്ങനെ അവിടെ നിന്ന് 4 ചോര ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ആ ചോരയൊന്ന് കുടിക്കാൻ ഇവിടെ ചില ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം കാസക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ പറയുന്നത് വളരെ വ്യക്തമായി KCBC പറഞ്ഞ കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടേ ഞങ്ങളൊരു നിലപാടെടുക്കുകയുള്ളൂ. അത് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കാർക്കുമില്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ഭൂരിപക്ഷത്തിനെയും പരിഹാരമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ മുന്നിൽ. നിയാസ്, ഹൈക്കോടതി പോലും വളരെ കൃത്യമായി അക്കാര്യം പറഞ്ഞു. ഇതിനൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. ഇത് വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കുകയും അത് നിയമമാകുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതിയാണ് പറഞ്ഞത്. അല്ലാതെ ഇനിയും ട്രിബ്യൂണലിൻ്റെ വിധിക്കൊന്നും കാത്തു നിൽക്കാൻ കഴിയുമോ? അങ്ങനെ 2019 മുതൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, നിങ്ങളുടെ ജനപ്രതിനിധിയാണല്ലോ അവിടെ ഉള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ളൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? മാത്രവുമല്ല 95-ൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഭേദഗതിയാണ് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണമായത്. നീലിമ, ഞാൻ പറഞ്ഞോളാം. നീലിമ വെപ്രാളപ്പെടണ്ട, ആക്രാന്തി കാണിക്കണ്ട. ഞങ്ങൾ കൃത്യമായി പറഞ്ഞോളാം. ഞങ്ങൾക്ക് നിങ്ങൾ വെച്ച ഈ കെണിയിൽ ഞങ്ങൾ വീഴില്ല. നിങ്ങൾക്ക് അങ്ങനെ ഈ മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാമെന്ന് നോക്കണ്ട. ആ അത്തരത്തിലുള്ള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആരെ തമ്മിലടിപ്പിക്കാനാണ് നോക്കിയത്? ദീപിക മുഖപത്രം മുഖലേഖനം എഴുതിയത് എന്താണ്? ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെ നിങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന വളരെ കൃത്യമായി നിങ്ങൾക്ക് ഫിക്സഡ് വോട്ടുകൾ സമ്മാനിക്കുന്ന വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം. ഞാൻ പറയാം അവരെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു നിലപാട് എടുക്കുമ്പോഴാണ് ഈ 3 പേരിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായ
കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഞാനൊരു കാര്യം പറയാം. ദീപിക ആ പത്രം ഇതിനു മുമ്പും ധാരാളം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ ദീപിക മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഈ ക്രൈസ്തവ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും എതിരായുള്ള നിലപാടിനെതിരെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഇവിടെ എമ്പുരാൻ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധികളായ കാര്യങ്ങളിൽ അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവർ KCBCയുടെ ആകെ ഇപ്പോൾ ഉള്ള ഒറ്റ കാര്യം മാത്രമല്ല, അവരെ കാലങ്ങളായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അത് ഞങ്ങൾ കേൾക്കാറുമുണ്ട്, അത് പരിഗണിക്കാറുമുണ്ട്, ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കാറുമുണ്ട്. കെവിൻ പീറ്റർ, കാലാകാലങ്ങളായി ഇങ്ങനെ ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കാറുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. പക്ഷേ ഈ വഖഫിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊരു നിലപാട് മാറ്റമോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ സഹായിക്കുന്ന ഒരു നിലപാടോ ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്ത അവസരം വരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ KCBCയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമോ ഉന്നയിച്ച ഏത് വിഷയങ്ങളിലാണ് കോൺഗ്രസ് ക്രിസ്ത്യൻ സമുദായത്തിനൊപ്പം നിൽക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നിയാസ് സാർ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പിന്നെ KCBCയുടെ നിലപാടുകളെ KCBC ഒരു അഭ്യർത്ഥനയാണ് നടത്തിയത്. KCBC ഒന്നും പഠിക്കാതെ അല്ലല്ലോ അത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയത്. ഈ വഖഫ് നിയമം, നിലവിലെ നിയമവും വരാൻ പോകുന്ന ഭേദഗതി എന്താണെന്നും അതുണ്ടാക്കുന്ന അപകടങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായി പഠിച്ചതിന് കൊണ്ട് മാത്രമാണ് KCBC ഇതിന്റെ അന്തിമമായ ഒരു പരിഹാരം എന്ന നിലയിൽ ആ നിയമ ഭേദഗതി ലോക്സഭയിൽ വരുമ്പോൾ അതിനെ കേരളത്തിൽ നിന്നും ഈ പറയുന്ന KCBCയുടെ ഉൾപ്പെടെ പിന്തുണയിൽ ജയിച്ചു പോയിട്ടുള്ള MP-മാർ അതിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് കോൺഗ്രസിന് അല്പമെങ്കിലും KCBC എന്ന് പറയുന്ന ആ ബോഡിയെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നിശബ്ദത പാലിക്കാമായിരുന്നു. ആ അഭ്യർത്ഥന എഴുതിയതിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് നിങ്ങൾ കോൺഗ്രസ് വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് വളരെ ധാർഷ്ട്യത്തോടെ അവറ്റയോടെ KCBCയുടെ നിലപാടിനെ തള്ളുന്ന രീതിയിൽ ധാർഷ്ട്യത്തോടെ ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ എതിർക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ചോര കുടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ കാസയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ കാസ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉയർന്നു വന്നത് തന്നെ ഇവിടെ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവർ അംഗമായിരുന്ന വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ സമുദായത്തിന് ഏറ്റ തിരിച്ചടിയുടെ ഫലം തന്നെയാണ്. അല്ലാതെ കാസയല്ല ഇവിടുത്തെ വർഗീയത ഉണ്ടാക്കിയത്. ഇവിടുത്തെ വർഗീയതയാണ് കാസയെ ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ ക്രിസ്ത്യാനിയായ ഏതൊരാൾ എവിടെ ഇവിടുത്തെ നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊള്ളരായ്മകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഉടനെ നിങ്ങൾ മണിപ്പൂരും പൊക്കിക്കൊണ്ടുവരും. ശരിക്കും മണിപ്പൂർ എന്താണെന്ന് വളരെ വ്യക്തമായി ഈ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം. നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് മിസോറാം. അവിടുത്തെ 85% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ്. തൊട്ടടുത്ത സംസ്ഥാനം. ഈ മണിപ്പൂരിലെ ഈ കലാപം ഉണ്ടായതിനു ശേഷമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ കോൺഗ്രസിനെ അവർ എങ്ങോട്ട് ഓടിച്ചു? എത്രയിലേക്ക് മാറ്റി? അവിടെ ആരാണ് വിജയിച്ചത്? BJP അല്ലേ അവിടെ വിജയിച്ചത്? കോൺഗ്രസിന് മുൻപുണ്ടായിരുന്ന സീറ്റ് പോലും മിസോറാമിൽ കിട്ടിയില്ലല്ലോ. ക്രിസ്ത്യാനികൾ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചില്ലേ? എന്താ അവർ തൊട്ടടുത്ത സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത പൊട്ടന്മാരാണോ? പിന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞു. കുറെ നാളായിട്ട് ഇപ്പൊ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുന്നു. ഒരു ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഒരു ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ അത് പ്രധാനമന്ത്രി അറിയാതെയാണോ ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്? അവിടെ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും എല്ലാം തീരുമാനപ്രകാരമാണ്, അഭിപ്രായ പ്രകാരമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്ത അതിന്റെ ആവശ്യമില്ലാന്ന് അവിടെ പോയി നിങ്ങളുടെ നേതാവ് പോയി ഷോ കാണിക്കുന്നത് പോലെ, ഉണ്ടംപൊരി തിന്നുന്നത് പോലെ, അല്ലെ അവിടുത്തെ ഭക്ഷണമൊക്കെ ചായക്കടലൊക്കെ കയറി നിന്നിട്ട് അതൊന്നും കഴിച്ച് ഷോ കാണിക്കേണ്ട കാര്യമില്ല എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ച് സ്വന്തം ജനതയ്ക്ക്, ഭാരത ജനതയ്ക്ക് മേൽ ബോംബിംഗ് നടത്തിയത് ആരാണെന്ന് ഞാൻ സാറിന് അറിയാവോ? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നിങ്ങളുടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് സ്വന്തം ജനതയ്ക്ക് മേൽ ബോംബിംഗ് നടത്തിയത്. അതുപോലെയൊന്നും ചെയ്തില്ലല്ലോ. അവിടെ നടക്കുന്ന എല്ലാ റിലീഫ് പ്രവർത്തനങ്ങളായാലും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളായാലും ബാക്കി ലോ ആൻഡ് ഓർഡർ എല്ലാം പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടെ തന്നെയാണ്. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവിടെ പോയി ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നും പ്രധാനമന്ത്രിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. അപ്പോൾ അതൊന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ നൈറ്റ് മാർച്ച് നടത്തിയല്ലോ. നിങ്ങളുടെ മുസ്ലിം ലീഗ്, നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള നിങ്ങളുടെ UDF-നെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് അവിടെ നൈറ്റ് മാർച്ച് നടത്തിയല്ലോ. എന്താണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടായിരുന്നത്? നിങ്ങൾ KCBC പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഹൈക്കോടതി 80:20 എന്ന് പറയുന്ന അന്യായ അനുവാദത്തിനെതിരെ വിധി പറഞ്ഞല്ലോ. എന്താണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കോൺഗ്രസിന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കാൻ നിങ്ങൾ അപ്പീലിന് പോയിരിക്കല്ലേ?
നിങ്ങളുടെ കോൺഗ്രസിന്റെ അറിവോടുകൂടെ അല്ലായിരുന്നു സർവകക്ഷി യോഗത്തിൽ BJP-യും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ എത്തുത്തോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ചപ്പോഴും അമൽ ജ്യോതി കോളേജ് അടിച്ചു തകർത്തപ്പോഴും അതുപോലുള്ള ഓരോ വിഷയങ്ങളിലും കോൺഗ്രസ് ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന എല്ലാം ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. പാലാബിഷപ്പിനെതിരെ വലിയ ആക്രമണം നടന്നപ്പോഴും എവിടെയായിരുന്നു കോൺഗ്രസ് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് അറിയാമോ? ഇവരുടെ ആജ്ഞകളെ അനുസരിക്കാതെ എടുത്ത നിലപാടിൽ ഉറച്ചു നിന്ന ഒരേ ഒരു നട്ടലുള്ള പിതാവാണ് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ്. ആ ഒരു ദേഷ്യമാണ് ഇവർ ഇന്ന് ഇപ്പോൾ പോലും ഇവർക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അന്ന് പിതാവ് പറഞ്ഞപ്പോൾ സ്വന്തം സമുദായത്തിലെ യുവതി യുവാക്കളെയും അത് ബാധിക്കുമെന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധമില്ലാതായപ്പോൾ ഇന്ന് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ വിപത്ത് നേരിടുന്നത് മുസ്ലിം സമുദായം തന്നെയാണ്. പിതാവ് പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. അന്ന് പിതാവ് പറഞ്ഞത് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തുന്നതാണ്. ഇപ്പോൾ കുഴിമന്തിയിൽ വരെ കലക്കി കൊടുക്കുന്നില്ലേ? പറഞ്ഞില്ലേ ആളുകൾ? അപ്പോൾ നിങ്ങൾ ഈ ആളുകളെ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് പൊട്ടന്മാർ. ഞങ്ങൾക്ക് അറിയേണ്ടത് നാളെ പാർലമെന്റിൽ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമോ അതോ മതമൗലികവാദികളെ ഭയന്നുകൊണ്ട് അവർക്ക് മുന്നിൽ മുട്ടിലിടഞ്ഞുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അല്ലാതെ ഇതിലെ നിയമങ്ങൾ ഇപ്പൊ താങ്കൾ പറഞ്ഞു വഖഫ് ബൈ യൂസർ, അത് ഏറ്റവും വലിയ അപകടകരമായ നിയമമല്ലേ? അതിലൂടെ മാറണ്ടേ? നാളെ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ KCBCയുടെ എറണാകുളത്തെ കാര്യാലയത്തിന് നേരെ DSOയുടെ നിലയും നാളെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതും കേസിലാവില്ല. അപ്പോൾ ഇതൊക്കെ സാധിക്കുന്ന തന്നെ. അതുപോലെ നിങ്ങൾ വഖഫ് ബോർഡിനെയും ദേവസ്വം ബോർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് ആരുടെ സ്വത്ത് അപഹരിക്കാൻ പോയിട്ടുണ്ട്? മറ്റ് മതക്കാരുടെ സ്വത്തുകളൊന്നും ദേവസ്വം ബോർഡ് അപഹരിക്കാൻ പോയിട്ടില്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളുടെ സ്വത്തുക്കൾ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിക്കൊണ്ട് അവിടെ പള്ളി പണിത സാഹചര്യമൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. അത്തരം ആശങ്കകളിൽ നിന്നുകൊണ്ട് കൂടിയാണ് തലയിൽ വർക്ക് ചെയ്ത് മുഴുവനും ഈ ജന TV കയറിയതിനു ശേഷം അങ്ങയുടെ മനസ്സിൽ മുഴുവനും കർണാടകയിലെ വിജയപുരത്ത് 1500 ഏക്കർ കൃഷിഭൂമി വഖഫ് ബോർഡ് കയ്യേറി. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സ്ഥലമല്ലേ കർണാടക വിജയപുരത്ത് 1500 ഏക്കർ കൃഷിഭൂമി. അതിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതെങ്ങനെയാണ് വഖഫിന് അവകാശപ്പെടാൻ കഴിയുന്നത്? വർഗീയത തലയിൽ കയറിപ്പോയോ? അങ്ങേപോലെ ഏറ്റവും നല്ല അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അതെന്റെ വ്യക്തിപരമായ നിലപാട്. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ആരാണ് കൃത്യമായ വർഗീയവാദി എന്ന്, ആരാണ് കൃത്യമായ വർഗീയതയ്ക്കൊപ്പം നിലനിൽക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല താങ്കളെ പോലെയുള്ള ഏറ്റവും നല്ല താങ്കൾ എന്തിനാണ് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കടക്കുന്നത്? താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ ഒട്ടേറെ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതെന്റെ നിലപാടാണ്. താങ്കൾ ദയവായി മാധ്യമപ്രവർത്തകയാവണം. താങ്കൾ വർഗീയത്തിന്റെ മാധ്യമപ്രവർത്തക എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കർണാടകയിൽ എങ്ങനെയാണ് 1500 ഏക്കർ കൃഷിഭൂമി വഖഫ് ബോർഡിൻ്റെതായി വന്നു ചേരുന്നത്? വഖഫ് ബോർഡിന് എങ്ങനെയാണ് അവിടെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്? അതിനൊന്ന് മറുപടി പറയൂ. നോക്കൂ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ ലോകത്ത് മുഴുവനും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കർണാടകയിലെ കൃഷിഭൂമിയിൽ എവിടെയാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും? കർണാടകയിലെ കൃഷിഭൂമിയിൽ എവിടെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും? താങ്കളാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. നിങ്ങൾ താങ്കളെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇതുപോലെയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നിലപാടിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകയായ അങ്ങ് തരം താഴരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്കൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല വേണ്ടത്. എന്റെ നിലപാടിന് പിന്നിൽ എന്റേതായ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ശ്രീ നിയാസ്, കർണാടകയിൽ 1500 ഏക്കർ ഭൂമി എങ്ങനെയാണ് വഖഫ് ബോർഡിലേക്ക് വന്നു ചേരുന്നത്? അതിനൊന്ന് മറുപടി പറയൂ.
ഞാൻ എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 89% 84% ഹിന്ദുക്കളുള്ള, ആകെ 6-7% മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ജയിച്ചത് RSSകാരല്ല, അവിടെ ജയിച്ചത് BJPക്കാരല്ല, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ് വ്യവസ്ഥാപിതമായി കൃത്യമായി അത് പ്രകടന പത്രിക വെച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി പറയുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ്. ആ നിലയ്ക്ക് അതായത് സർക്കാർ കോൺട്രാക്ടുകളിൽ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയതാണ് നിങ്ങളുടെ മതനിരപേക്ഷത. ഭരണഘടനാപരമായ കാര്യങ്ങൾ പോലും, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ, പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ശ്രീ PM നിയാസ്. കാസയുടെ പ്രതിനിധി കെവിൻ പീറ്ററിന് അക്കാര്യത്തിൽ ഒരു സേ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പറയട്ടെ നീലിമ, അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. കാടടച്ച് വെടിവെക്കരുത്. അവിടെ താങ്കളുടെ പാർട്ടി, അതായത് താങ്കളുടെ ജനം TVയുടെ പാർട്ടിയായ BJP ഭരിച്ചപ്പോൾ അവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച ആ കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ വെട്ടിമാറ്റി. അത് ഉൾക്കൊള്ളിക്കുക മാത്രമാണ് ചെയ്തത്. ന്യൂനപക്ഷങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്നത്? എവിടെയാണുള്ളത് ഭരണഘടനയിൽ? അതൊന്ന് പറയൂ നിയാസ്. ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ 4% സംവരണം ഏർപ്പെടുത്തിയത് നിങ്ങളാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഒന്ന് ദയവ് ചെയ്ത് ഇതിനൊന്നും നിയാസിന് മറുപടിയില്ല. സത്യം പറയുന്നവരെ വർഗീയവാദിയാക്കുന്ന നിങ്ങളുടെ സമീപനം മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നെ ചർച്ചയ്ക്ക് ദയവായി വിളിക്കരുത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒന്ന് കേൾക്കാൻ താങ്കൾ തയ്യാറാവണം. താങ്കൾ മനസ്സിലാക്കേണ്ടത് അവിടെ നടന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ 4% വെട്ടിമാറ്റി അതുകൂടി മറ്റ് ഇതര മത ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ച താങ്കളുടെ ജനം TVയുടെ BJP ഭരിച്ചപ്പോൾ ചെയ്ത ആ അപാകത പരിഹരിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. അല്ലാതെ പുതുതായി കൊടുത്തതല്ല. നേരത്തെ അവിടെ ഉണ്ടാക്കിയ താങ്കളുടെ BJP സർക്കാർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അപര്യാപ്തത, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക മാത്രമാണ് ചെയ്തത്. അതായത് അവിടെ നേരത്തെ മുസ്ലിം സമുദായത്തോട് കാണിച്ച കൊടിയ പീഡനം അല്ലെങ്കിൽ കൊടിയ തരത്തിലുള്ള തീരുമാനം അത് തിരുത്തുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ താങ്കൾ ഉദ്ദേശിക്കും പോലെ അവിടെ മറ്റൊരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി സുപ്രീം കോടതി ഇടപെടാത്തത്. താങ്കൾ പറഞ്ഞല്ലോ എന്ത് അധികാരമാണ്? ഭരണഘടന ഇല്ലാത്ത അധികാരം ഒരു ഗവൺമെന്റ് ചെയ്താൽ അത് ഭരണഘടനാ സംവിധാനം നിൽക്കുന്ന കോടതി അത് എടുത്തു മാറ്റില്ലേ? എന്താ അവിടെ ചെയ്തത്? താങ്കളുടെ BJP ഗവൺമെന്റ് ചെയ്ത വളരെ വളരെ വ്യവസ്ഥാപിതമായ ഏകപക്ഷീയമായ നിലപാട് ഒരു സമുദായത്തെ മാറ്റി നിർത്തിയപ്പോൾ അത് തിരിച്ചെടുക്കുക മാത്രമേ ചെയ്തത്. ആ തീരുമാനമാണ് എടുത്തത്. അത് താങ്കൾ പരിശോധിക്കുക. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതണം. അല്ല, ഒരു സംശയമില്ല. അവിടെ വളരെ കൃത്യമായി എന്താണ് കാര്യങ്ങൾ നടന്നത്. അങ്ങയുടെ ക്യാപ്സുകൾ തൽക്കാലം വിഴുങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. ശ്രീ കെവിൻ പീറ്റർ, കർണാടകയിൽ നടന്നത് അതാണോ? BJP എടുത്ത ഒരു നിലപാടിനെ തിരുത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. മുൻപുണ്ടായിരുന്ന BJP ഭരണകാലത്ത് മുസ്ലിം സമുദായത്തെ ഗവൺമെന്റ് ടെൻഡറുകളിൽ നിന്നോ മറ്റിതിൽ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ബഡ്ജറ്റിൽ ഉണ്ടായ കാര്യങ്ങൾ മറ്റൊന്നാണ്. അത് ഇനി കേസിലേക്ക് പോകുന്നതേ ഉള്ളൂ. അത് നിയാസ് ഭായ് പറഞ്ഞത് തെറ്റാണ്. ശരിക്കും അങ്ങനെയാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ന്യൂനപക്ഷ സംവരണ അനുപാത വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയുടെ വിധിയെ അട്ടിമറിക്കാനായിട്ട് അപ്പീലിന് പോയത്? മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോടതി പറഞ്ഞ ഇതിവിടെ ചെയ്യേണ്ടേ നിങ്ങൾ ഇല്ലേ? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവരണം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും ഒരു കുറവും വരാതിരുന്നിട്ടുകൂടി മുന്നോക്കരിലെ പിന്നോക്കർക്ക് EWS സംവരണത്തെ അട്ടിമറിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലെ തന്നെ ഒരു സഭയെ നിങ്ങളുടെ മുന്നണിയെ നിയന്ത്രിക്കുന്ന ഘടകകക്ഷിയായ കുഞ്ഞാലിക്കുട്ടി പോയി കണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വെള്ളപൂശാനൊന്നും പോകരുത്. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതെ നാളെ നിങ്ങളെ എന്താണ് നിലപാട് അവിടെ എടുക്കാൻ പോകുന്നത് എന്ന് പറയൂ. നിങ്ങൾ അതിനെ എതിർക്കുമോ ഇല്ലയോ? അതാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഇത്രയധികം വിഷയങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾ നാളെ ആ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമോ അതോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. നിങ്ങൾ അതിലേക്ക് വരൂ. നിയാസ് ഭായ്, താങ്കൾ സംസാരിച്ചോളൂ. എന്റെ സമയം എടുത്ത് താങ്കൾ ആവശ്യം.
ഞാനൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയാസിലേക്ക് തന്നെ മടങ്ങിയെത്താം. നിയാസിലേക്കും അതുപോലെ ഫാദറിലേക്കും കൂടി ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. നാളെ പാർലമെന്റിൽ രാജ്യം കാത്തിരിക്കുന്ന ആ ബിൽ വരാൻ പോകുകയാണ്. ഇവിടെ കോൺഗ്രസും CPM-ഉം ഒക്കെ എന്ത് നിലപാടെടുക്കുന്നു, ക്രൈസ്തവ സഭകൾ എന്താണ് ഈ മുന്നണികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതുകൂടി നമുക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഫാദർ തോമസ് തറയിലേക്കാണ്. ഫാദർ, വളരെ കൃത്യമായ KCBC-യും അതുപോലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും പറഞ്ഞു വെക്കുന്നത് അന്യായമായി അവകാശവാദം ഉന്നയിക്കത്തക്ക വിധത്തിലുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിലുണ്ട്. ഈ വകുപ്പുകൾ പൂർണ്ണമായും വെട്ടിമാറ്റപ്പെടണം. അതിന് ഇവിടുത്തെ MP-മാർ സഹകരിക്കണം എന്നതാണ്. അവസാനമായി കോൺഗ്രസ് പ്രതിനിധിയോട് അല്ലെങ്കിൽ കോൺഗ്രസ് MP-മാരോട് താങ്കൾക്ക് പറയാനുള്ളതാണ് എന്താണ്? ഒപ്പം തന്നെ ഇവിടുത്തെ CPM-ന്റെ ഒരു MP-യാണ്. ആ MP-യോടും എന്താണ് ക്രൈസ്തവ സഭയ്ക്ക് പറയാനുള്ളത്? നാളെ എന്ത് നിലപാടെടുക്കണം? അല്ല, നമുക്ക് പറയാനുള്ളതാണല്ലോ വ്യക്തമായിട്ട്. അതെ, നമ്മൾ വ്യക്തമായിട്ട് അത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമുക്കിവിടെ സഭയ്ക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിഷയമെന്ന് പറയുന്നത് മുനമ്പത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് മുനമ്പത്തെ വിഷയമാണ്. ആ മുനമ്പത്തെ വിഷയത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ വഖഫ് നിയമത്തിലുള്ള ഇപ്രകാരമുള്ള അന്യായമായിട്ടുള്ള വകുപ്പുകളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുവാനായിട്ട് കാരണമായിരിക്കുന്നത്. അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിയമപരമായൊരു പരിരക്ഷ അതിന് ലഭിക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമുക്ക് താൽക്കാലികമായൊരു പരിഹാരമല്ല ആവശ്യമായിരിക്കുന്നത്, ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. കാരണം ആ ജനങ്ങൾ പരമ്പരാഗതമായിട്ട് അവർ സ്വന്തമായിട്ട് പണമുണ്ടാക്കി പണം കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ട് വാങ്ങി തണ്ടപ്പേര് പിടിച്ച് കരമടച്ച് സ്വന്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഭൂമിയാണ് ഒരു സുപ്രഭാതത്തിൽ അവരുടേതല്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മുൻപത്തെ പ്രശ്നങ്ങളുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവരാ ഭൂമി വാങ്ങുന്ന സമയത്തൊന്നും ഇത് വഖഫിൻ്റെ രജിസ്റ്ററിൽ പോലും ഇല്ല. പിന്നീടാണത് വഖഫിൻ്റെ രജിസ്റ്ററിലേക്ക് എഴുതി ചേർക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവ്യക്തതകളും പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കുവാനായിട്ട് ഈ നിയമ ഭേദഗതി, അപ്പോഴും ഞാൻ പറയുന്നു, ഈ മുസ്ലിം സമുദായത്തോടോ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളെ ബാധിക്കുന്ന വകുപ്പുകളിലോ ഒന്നും നമുക്ക് യാതൊരു എതിർപ്പുമില്ല. അതിലൊന്നും നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ജനത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന, പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനും ചേരാത്ത രീതിയിലുള്ള വകുപ്പുകൾ ആ നിയമാനുസൃതമാക്കിക്കൊണ്ട് അതിനെ അമെൻഡ് ചെയ്ത് ഈ ആധുനിക കാലഘട്ടത്തിന് യോഗ്യമാകുന്ന രീതിയിൽ ആക്കി തീർക്കണം. അതിന് നമ്മുടെ MP-മാർ, കാരണം ഈ MP-മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ജനങ്ങളെല്ലാവരും കൂടിയാണ്. അവരേതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ മാത്രം പ്രതിനിധികളല്ല. ഈ ജനത്തിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനനുകൂലമായ രീതിയിലുള്ള നിലപാട് പാർലമെന്റിൽ നമ്മുടെ MP-മാർ എടുക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഫാദർ ഹൈബി ഈഡനായാലും അവിടെ ബെന്നി ബെഹനാനൊക്കെ ആയാലും വളരെ കൃത്യമായി ഒരു ഉറച്ച വോട്ട് ബാങ്ക് കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയും അതൊക്കെ തന്നെയാണ്. അതൊരു തരത്തിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭയും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് വശമൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. വളരെ കൃത്യമായി അറിയാം. സഭ പലപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുള്ളതുമാണ് ഇവരെയൊക്കെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ സഭ ചിലത് പ്രതീക്ഷിക്കുന്നില്ലേ ഈ MP-മാരിൽ നിന്ന്? സഭയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ, സഭാ മക്കൾ ഇത്ര വലിയ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ആകപ്പാടെ ഒരു ഈ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ഈ ബിൽ പാസ്സാക്കൽ മാത്രമാണ്. ആ ബിൽ പാസ്സാക്കാൻ ഈ MP-മാർ കൂടെ നിൽക്കും എന്ന് ഈ ഘട്ടത്തിലും അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? മറിച്ചായാൽ എന്തായിരിക്കും സഭയുടെ നിലപാട്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് നമുക്ക്. കാരണം നമുക്ക് നമ്മുടെ MP-മാരിൽ നമുക്ക് വിശ്വാസമുണ്ട്, അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അവർ വിഷയങ്ങൾ പഠിക്കും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റുകളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഞങ്ങൾക്ക് നൽകാവുന്ന രീതിയിലുള്ള അറിവുകളെല്ലാം പകർന്നു കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നും അതിനുവേണ്ടി പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിശ്ചയമായിട്ടും ഞങ്ങൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇനി അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ടും രാഷ്ട്രീയം അറിയാവുന്നവർ തന്നെയാണ്. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ജനങ്ങൾക്കറിയാം. അത് സഭയൊന്നുമല്ല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ
ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, സഭയുടെ ആവശ്യം ഉണ്ടാകുമ്പോഴോ സഭയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ മാത്രമല്ല MLA-മാരും MP-മാരും ഇടപെടേണ്ടത്. ഈ രാജ്യത്തെ ഏതൊരു പൗരനും, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ആർക്ക് അവരുടെ മണ്ഡലത്തിലെ ഈ ജനങ്ങൾക്ക് ആർക്ക് പ്രശ്നമുണ്ടായാലും നമ്മുടെ MLA-മാർ MP-മാർ ഇടപെടുവാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിഷയത്തിന്മേൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അത് നിറവേറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് PM നിയാസ്, ദീപികയുടെ മുഖപത്രത്തിൽ പറയുന്നതും അത് തന്നെയാണ്. ഇന്ത്യ മുന്നണി ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയറായി അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. പക്ഷേ മുനമ്പം ജനതയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ആ നിലപാടിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോകണം എന്ന് ക്രൈസ്തവ സഭ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ MP-മാർ അത് ചെവിക്കൊള്ളുമോ ഇല്ലയോ? അത്തരത്തിൽ ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലൊരു തീരുമാനം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമോ ഈ വൈകിയ വേളയിലെങ്കിലും? നമുക്ക് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഭരണഘടനയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കും. KCBCയുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുക തന്നെ ചെയ്യും. പിന്നെ നേരത്തെ എൻ്റെ കാസയുടെ സുഹൃത്ത് പറഞ്ഞു ഈ കർണാടകത്തെക്കുറിച്ച്, താങ്കളും പറഞ്ഞു കർണാടകത്തെക്കുറിച്ച്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഗുജറാത്തിൽ താങ്കളുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2022 തെരഞ്ഞെടുപ്പിൽ 70 ജാതികൾക്ക് OBC ജീവിക്കുന്നത്. സോറി ആയിക്കോട്ടെ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യയുടെ പ്രജയാണല്ലോ. താങ്കളുടെ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഗുജറാത്തിൽ 2022 70 ജാതികൾക്ക് OBC സംവരണം ഏർപ്പെടുത്തി. 2024 ആന്ധ്രാപ്രദേശിൽ TDP-യും BJP-യും മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു 4% സംവരണം ഏർപ്പെടുത്തുമെന്ന്. 2024 മെയ് മാസം 2-ാം തീയതി അത് നടപ്പിലാക്കി. ഇന്ത്യയുടെ ആർട്ടിക്കിൾ 16(4) പ്രകാരം ഇവിടെ സംവരണത്തിന്റെ സംവിധാനമുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ദിരാ സാഹ്നി കേസിലെ OBC സംവരണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ശരിവെച്ചതാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് താങ്കളും കാസയുടെ പ്രതിനിധി പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, KCBCയുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ സാബൂലം കേൾക്കുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയാം, മുനമ്പം വിഷയവും വഖഫ് ഭേദഗതിയും തമ്മിൽ രണ്ടാണ്. മുനമ്പത്തെ കാണിച്ച് ഇന്ത്യയിലെ വഖഫ് ഭേദഗതി ഉണ്ടാക്കി ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും ഇതിൽ തന്നെ വളരെ കൃത്യമല്ലേ മുനമ്പത്തുകാരോട് ഈ കോൺഗ്രസ് ഒരു തരത്തിലും നീതി കാണിക്കാൻ പോകുന്നില്ല എന്ന്? മുനമ്പം വിഷയവും വഖഫും രണ്ടാണ് എന്ന് പറയുമ്പോൾ നാളെ MP-മാർ പാർലമെന്റിൽ എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇതിലപ്പുറം ഇനി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ KCBC-യും ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും? ഇപ്പോ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത നിയാസ് ഭായിയുടെ പരാമർശത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, അവർ നാളെ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് തന്നെയാണ്. ആ എതിർക്കുന്നതിന്റെ ഒരു കാരണമായി അവർക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാരണം മാത്രമാണ് വഖഫ് നിയമവും മുനമ്പം വിഷയവും രണ്ടാണ് എന്നുള്ളത്. പിന്നെ KCBCയുടെ പരാമർശത്തെ കുറിച്ച് നിങ്ങൾ വളരെ ആദരവോടുകൂടി സംസാരിക്കുന്നത് കണ്ടു. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഞങ്ങൾ അത് പഠിക്കാമെന്നോ അല്ലെങ്കിൽ KCBCയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാമെന്നുള്ള പരാമർശമാണോ ആ KCBCയുടെ അഭ്യർത്ഥന പുറത്തു വന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വന്നത്? അല്ലല്ലോ. ഈ നിമിഷം വരെ അങ്ങനെ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം ഉണ്ടായോ? ഇല്ലല്ലോ. പകരം വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് വളരെ ധാർഷ്ട്യത്തോട് പറയുകയല്ലേ ഉണ്ടായത്. ഇന്ന് നോക്കൂ, മറ്റേ ഡീൻ കുര്യാക്കോസ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അടിയന്തര ഇല്ല, താങ്കൾ എന്താണ് പറഞ്ഞത്? പിന്നെ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് നാളെ 8 മണിക്ക് എടുക്കും. ഇന്ത്യയുടെ അത് മാത്രമേ നാളെ നിങ്ങൾ എടുക്കാൻ പോകുന്നുള്ളൂ. വളരെ ക്ലിയർ ആണ്. KCBCയുടെ പ്രതിനിധിക്ക് പോലും അക്കാര്യം വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. വെറുതെ അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടാകും.
ഇന്ന് ലോക്സഭയിൽ അല്ല വളരെ വ്യക്തമാണല്ലോ. ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു വഖഫ് നിയമ ഭേദഗതിയും മുനമ്പം വിഷയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പറയുന്നത് KCBCയുടെ നിലപാടിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കോൺഗ്രസിന്റെ എംപിമാർ ഡീൻ കുര്യാക്കോസ് ഒക്കെ ഇന്ന് എമ്പുരാൻ സിനിമയുടെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. നിങ്ങൾക്ക് നാണമില്ലേ? ശതകോടീശ്വരന്മാരായ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഗോകുലം ഗോപാലിന്റെയും വിഷയത്തിൽ കാണിക്കുന്നതിന്റെ 100-ൽ 1 അംശം നിങ്ങൾ ആത്മാർത്ഥത ഈ മുനമ്പത്തെ ഈ ജനങ്ങളുടെ വിഷയത്തിൽ കാണിച്ചിരുന്നെങ്കിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളുടെ എംപിമാർ ഇന്ന് ചെയ്തതാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും മുനമ്പം വിഷയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ വേറെ ആരുടെയെങ്കിലും വിഷയത്തിന് വേണ്ടി ഇതേ താല്പര്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ തൊട്ടടുത്ത ദിവസം വഖഫ് നിയമ ഭേദഗതി വീണ്ടും ലോക്സഭയിൽ വരാനിരിക്കെ അതേ വില കുറച്ച് കാണിക്കാനായിട്ട് അതൊന്നും വലിയ സംഭവമല്ല എന്ന രീതിയിൽ നിങ്ങൾ പൃഥ്വിരാജിനും മോഹൻലാലിനും ഗോകുലം ഗോപാലിനും ആന്റണി പെരുമ്പാവൂരിനും വേണ്ടിയിട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതല്ലേ നിങ്ങളുടെ ജനങ്ങളോടുള്ള പ്രതിപത്തി? കേരളം നേരിടുന്ന ഏക നീറുന്ന പ്രശ്നമാണല്ലോ എമ്പുരാൻ സിനിമയെ കട്ട് ചെയ്ത വിഷയം അല്ലേ? അപ്പോൾ എനിക്ക് അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ ആ സിനിമാക്കാരോട് കാണിച്ച ആ ശതകോടീശ്വരന്മാരോട് കാണിച്ചതിന്റെ 100-ൽ 1 സാമാന്യ മര്യാദയെങ്കിലും മുനമ്പത്തെ ആ ജനങ്ങളോട് കാണിക്കണം. അല്ലാതെ ഇനിയും നിങ്ങൾ ഇളിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമരപ്പന്തലിന്റെ പരിസരത്തേക്ക് നിങ്ങൾ വരരുത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ ജനതയ്ക്ക് വേണ്ടിയുള്ള നിലപാട് ലോക്സഭയിൽ എടുത്തിട്ട് വേണം നിങ്ങൾ ആ മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ പരിസരത്തേക്ക് വരുക. പാർലമെന്റിൽ എന്താണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പാർലമെന്റിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന്? വഖഫ് യഥാർത്ഥത്തിൽ പാർലമെന്റിലെ ഒരു മതേതരത്വ പരീക്ഷയാണ്. വഖഫ് ചെരുപ്പിനൊപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടി മുടിപ്പിക്കരുത് എന്ന കൃത്യമായ സന്ദേശം ദീപിക ദിനപത്രം മുന്നോട്ട് വെക്കുന്നു, അവരുടെ എഡിറ്റോറിയൽ മുന്നോട്ട് വെക്കുന്നു. നാളെ കോൺഗ്രസിന്റെ എംപിമാരും CPM എംപിയും ലോക്സഭയിൽ എടുക്കുന്ന നിലപാട് നമുക്ക് കണ്ടറിയാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.